ഇന്ന് പകൽ ഇവിടെ നടക്കുവാൻ പോകുന്ന വിവാഹ നിശ്ചയ ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹകരമായി തീരുവാനായിട്ട് എല്ലാവരും അല്പസമയം പ്രാർത്ഥിച്ചാട്ടെ. ഈ പ്രോഗ്രാമിൻ്റെ ആരംഭം മുതൽ സമാപനം വരെയും ദൈവ സാന്നിധ്യം അനുഭവിക്കേണ്ടതിന് എല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ബോബസ് മുൻപോട്ട് കിടന്നു വന്ന് പ്രാർത്ഥിച്ച് ഈ ശുശ്രൂഷ ഇവിടെ ആരംഭിക്കും. ദൈവസന്നിധിയിൽ നമ്മെ തന്നെ ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നിവിടെ നടക്കുന്ന വിവാഹ നിശ്ചയം ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം നാം ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എല്ലാ കണ്ണുകളും അടയട്ടെ. നമ്മൾ ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഇവിടെ നടക്കുന്ന എല്ലാ പ്രോഗ്രാമുകളും ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ, ദൈവനാമ മഹത്വത്തിനായി തീരുവാൻ നാം പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, നല്ല പിതാവേ, നന്ദിയുള്ള ഹൃദയത്തോടെ ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. അനുഗ്രഹിക്കപ്പെട്ട നല്ലൊരു സമയം കൂടി കർത്താവ് ഞങ്ങൾക്ക് ഈ ഭൂമിയിൽ ദാനം തന്നു. ഈ 7-ാം മാസത്തിൻ്റെ 30-ാം തീയതി കൂടി കാണുവാൻ കർത്താവ് ഭാഗ്യം നൽകിയല്ലോ. വിശേഷാൽ കർത്താവെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിവാഹ നിശ്ചയം ഇന്ന് പകൽക്കാലം ഈ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുമ്പോൾ ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം അനുഭവിപ്പാൻ ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളെ ഭവനത്തിൽ നിന്ന് ഒരുക്കി കർത്താവെ ഇവിടേക്ക് എത്തിക്കുവാൻ തക്കവണ്ണം അവരുടെ മാതാപിതാക്കളെ, പ്രിയപ്പെട്ടവരെ, ദൈവസഭകളെ ദൈവം സഹായിച്ചല്ലോ. അവിടുന്നുള്ള യാത്രയിൽ ദൈവം സൂക്ഷിച്ചു. ക്ഷേമത്തോടെ ഇവിടെ എത്തിച്ചേരുവാൻ ഇരു കുടുംബങ്ങളെയും കർത്താവ് ഒരുക്കാനായി സ്തോത്രം. കർത്താവെ, അധ്യക്ഷസ്ഥാനം വഹിക്കുന്ന അങ്ങയുടെ ഭൃത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ സ്റ്റേജിൽ ആമേനായിരിക്കുന്ന ദൈവഭൃത്യന്മാർക്കായി സ്തോത്രം. ആമേന കടന്നു വന്ന എല്ലാ ഓഡിയൻസിനായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. ഇരു കുടുംബങ്ങളിൽ നിന്നും ക്ഷണിക്കപ്പെട്ട് കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഇന്ന് പകൽക്കാലം ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ പ്രോഗ്രാമിൻ്റെ ആദ്യോടന്തം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഭരിച്ചു നടത്തണമേ. ഏതൻ പൂങ്കാവനത്തിൽ ഇറങ്ങി വന്ന ആ ദൈവിക ശക്തി, ദൈവിക സ്നേഹം, ആ കരസ്പർശനം ഇന്ന് പകൽക്കാലം ഈ കുഞ്ഞുങ്ങളുടെ വിവാഹ നിശ്ചയത്തിൽ വെളിപ്പെട്ടു വരുവാൻ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ചില ആഴ്ചകൾക്ക് മുമ്പ്, ദിവസങ്ങൾക്ക് മുമ്പേ ചിന്തിച്ച് ആഗ്രഹിച്ച കുടുംബങ്ങളും അതിനുവേണ്ടി പ്രാർത്ഥിച്ച ദൈവസഭകൾ, അതിനുവേണ്ടി പ്രാർത്ഥിച്ച് കാത്തിരുന്ന ആ നിമിഷത്തിലേക്ക് ഞങ്ങൾ കടന്നു വന്നിരിക്കുന്നല്ലോ. കർത്താവെ, ഇന്ന് പകൽക്കാലം ഈ ശുശ്രൂഷയുടെ മുഴുമഹത്വം ദൈവം ഏറ്റെടുക്കണമേ. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തുറക്കുന്ന എല്ലാ പ്രോഗ്രാമും വളരെ ഭംഗിയും മംഗളവുമായി തീർക്കുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കണം. അങ്ങ് ഞങ്ങളുടെ മേൽ പകർന്ന അധികാരത്തിലും ആ അഭിഷക്തനെന്ന നിലയിലും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ എൻഗേജ്മെൻറ്റ് ശുശ്രൂഷയെ ദൈവങ്ങളേൽപ്പിച്ച് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. ദൈവം പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം, മഹത്വം അങ്ങെടുക്കണം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. ബ്രദർ അലൻ മാത്യു ബിജുവും പ്രിയ സിസ്റ്റർ പ്രിറ്റി പി സജിയും അവരുടെ പേരൻസിനോടൊപ്പം ഈ ഓഡിറ്റോറിയത്തിലേക്ക് പ്രവേശിക്കേണ്ടതാണ്. ആ സമയത്ത് അവരെ മ്യൂസിക് പ്ലേ ചെയ്യുകയും വർഷിപ്പിന് വേണ്ടിയുള്ള സമയങ്ങൾ വേർതിരിക്കുകയും ചെയ്യും. പരിശുദ്ധാത്മാവിൻ കൂട്ടായ്മ വേണം, പരിശുദ്ധാത്മാവിൻ കാവൽ വേണം, പരിശുദ്ധാത്മാവിൻ കൂട്ടായ്മ വേണം, പരിശുദ്ധാത്മാവിൻ കാവൽ വേണം, പരിശുദ്ധാത്മാവേ. എന്നിൽ വസിക്കും നല്ലാത്മാവേ, എന്നെ നടത്തും ദൈവാത്മാവേ, എന്നിൽ വസിക്കും ദൈവാത്മാവേ,
എന്നെ നടത്തും നല്ലാത്മാവേ, എന്നോടും മിണ്ടും എൻ കൂടെയിരിക്കും, എന്നോടും മിണ്ടും എൻ കൂടെയിരിക്കും. നല്ല സഖിയേ, നല്ല തുണയേ, പരിശുദ്ധാത്മാവേ. നല്ല സഖിയേ, നല്ല തുണയേ, പരിശുദ്ധാത്മാവേ. നല്ല സഖിയേ, നല്ല സഖിയേ, നല്ല തുണയേ, പരിശുദ്ധാത്മാവേ. He's Lord, He's Lord. He has risen from the dead and He is Lord. He is Lord, He is Lord. He has risen from the dead and He is Lord. Every knee shall bow, every tongue confess that Jesus Christ is Lord. Every knee shall bow, every tongue confess that Jesus Christ is Lord. സ്തുതിയും സ്തോത്രവും എന്നും സ്വീകരിപ്പാൻ യോഗ്യനായോനേ. സ്തുതിയും സ്തോത്രവും എന്നും സ്വീകരിപ്പാൻ യോഗ്യനായോനേ. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവ്. സഭ ചേർന്ന് എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവ്. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവ്. Every knee shall bow, every tongue confess that Jesus Christ is Lord. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവ്. 112 സങ്കീർത്തനം വായിക്കുന്നു. യഹോവയെ സ്തുതിപ്പീൻ, യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ്റെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും. നേരിലുള്ളവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും. ഐശ്വര്യവും സമ്പത്തും അവൻ്റെ വീട്ടിലുണ്ടാകും. അവൻ്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു. നേരിലുള്ളവർ ഇരുട്ടിൽ വെളിച്ചമുദിക്കുന്നു. അവൻ കൃപയും കരുണയും നീതിയും ഉള്ളവനാകുന്നു. കൃപ തോന്നിയ വായ്പ കൊടുക്കുന്നവൻ ശുഭമായിരിക്കും. വ്യവഹാരത്തിൽ അവൻ തൻ്റെ കാര്യം നേടും. അവൻ ഒരു നാളും കുലുങ്ങിപ്പോകുകയില്ല. നീതിമാൻ എന്നേക്കും ഓർമ്മയിലിരിക്കും. ദുർവർത്തമാന നിമിത്തം അവൻ ഭയപ്പെടുകയില്ല. അവൻ്റെ ഹൃദയം യഹോവയിൽ ആശ്രയിച്ച് ഉറച്ചിരിക്കും. അവൻ്റെ ഹൃദയം ഭയപ്പെടാതെ സ്ഥിരമായിരിക്കുന്നു. അവൻ ശത്രുക്കളിൽ തൻ്റെ ആഗ്രഹം നിവർത്തിച്ചു കാണും. അവൻ വാരി വിതറി ദരിദ്രന്മാർക്ക് കൊടുക്കുന്നു. അവൻ്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു. അവൻ്റെ കൊമ്പ് ബഹുമാനത്തോടെ ഉയർന്നിരിക്കും. ദുഷ്ടൻ അത് കണ്ട് വ്യസനിക്കും. അവൻ പല്ലുകടി ചുരുങ്ങിപ്പോകും. ദുഷ്ടൻ്റെ ആശ നശിച്ചു പോകും. നമ്മുടെ കരങ്ങൾ ഉയർത്തി നമ്മുടെ കർത്താവിനെ നമുക്ക് സ്തുതിക്കാമല്ലോ.
എല്ലാ കണ്ണുകളും അടച്ച് ഒരു നിമിഷം ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാട്ടെ. നമ്മുടെ വാത്സല്യ കുഞ്ഞുങ്ങളുടെ വിവാഹ നിശ്ചയത്തോടുള്ള ബന്ധത്തിൽ വിവിധ ഇടങ്ങളിൽ നിന്ന് ക്ഷേമത്തോടെ യാത്ര ചെയ്ത് ഈ മനോഹരമായ ഓഡിറ്റോറിയത്തിൽ നമുക്ക് എത്തിച്ചേരുവാനിടയായി. വിവാഹ നിശ്ചയ ശുശ്രൂഷയുടെ ആരംഭം മുതൽ അതിൻ്റെ സമാപനം വരെയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വലിയ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാനിടയാകേണ്ടതിന് എല്ലാ പ്രിയപ്പെട്ടവരും പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കുമ്പോൾ തുടർന്നുള്ള ശുശ്രൂഷ അനുഗ്രഹത്തിനായി 2 ദൈവദാസന്മാർ പ്രാർത്ഥനയിൽ നമ്മെ സഹായിക്കും. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ തോമസ് ഫിലിപ്പ്, അതിനുശേഷം ബെന്നി പാസ്റ്റർ. പെട്ടെന്ന് പ്രാർത്ഥന. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ നിത്യനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെടുന്ന നല്ല നിമിഷങ്ങൾക്കായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്താവ് ഓഡിറ്റോറിയത്തിൽ കൂടി വരുവാൻ ദൈവം ഒരുക്കിയ അവസരങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ ആഗ്രഹിച്ച് താല്പര്യപ്പെട്ടതുപോലെ ഞങ്ങളുടെ വാത്സല്യ കുഞ്ഞുങ്ങളുടെ കർത്താവ് വിവാഹ നിശ്ചയത്തിനോട് ഞങ്ങൾ ഒരുമിച്ച് കൂടി വന്നിരിക്കുകയാണ്. ഞങ്ങളുടെ യാത്രയിൽ ദൈവ സാന്നിധ്യം ഉണ്ടായിരുന്നു. ദൈവം നടത്തിയ എല്ലാ വഴികൾക്കായി സ്തോത്രം. യാതൊരു കഷ്ടങ്ങളോ ബുദ്ധിമുട്ടുകളോ കൂടാതെ ക്ഷേമത്തോടെ സൗഖ്യത്തോടെ വരുവാനും ഈ യേശുവിൽ പങ്കെടുക്കുവാനും ദൈവം ഒരുക്കിയ നല്ല ഭാഗ്യത്തെ ഓർത്ത് ഞങ്ങൾ ദൈവത്തിന് നന്ദി പറയുന്നു. ഇന്ന് പകൽ വിവാഹ നിശ്ചയത്തിൽ ഏർപ്പെടുന്നതിന് മക്കൾക്കായി സ്തോത്രം ചെയ്യുന്നു. അവരുടെ ബാല്യം മുതൽ ദൈവത്തിൻ്റെ കൃപ അവരുടെ മേലുണ്ടായിരുന്നു. ദൈവർക്ക് ആയുസ്സ്, ആരോഗ്യം, വിദ്യാഭ്യാസമെല്ലാം ദൈവം നൽകി കൊടുത്തു. മനുഷ്യനേകനായിരിക്കും നന്നല്ലെന്ന് പറഞ്ഞ് തക്ക തുണി ഉണ്ടാക്കി കൊടുത്ത സ്വർഗത്തിലെ ദൈവം സമയമായപ്പോൾ ഈ ആലോചനയിലേക്ക് ദൈവം കൂട്ടിക്കൊണ്ടുവന്ന വഴികൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഈ ശിശുയുടെ ആദ്യോടുന്നൊരു സാന്നിധ്യം ഉണ്ടായിരിക്കണമേ. ശിശു ലീഡിയുവാൻ അവിടുത്തെ ദാസന്മാരെ ബലപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യണം. എല്ലാ ശുശ്രൂഷകളും അവിടുത്തെ കൃപ കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മഹത്വം കർത്താവിന്, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ഒരിക്കൽ കൂടെ കണ്ണുകളടച്ച് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങളങ്ങയെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. പ്രാർത്ഥന കേൾക്കുന്ന ദൈവം ജീവിക്കുന്നുവെന്ന് ഒരിക്കൽ കൂടി കർത്താവെ അനുഭവിപ്പാൻ ദൈവം സഹായിക്കുന്ന കൃപയ്ക്കായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഇന്ന് കർത്താവെ ഈ വിവാഹ നിശ്ചയ ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹപ്രദമാക്കി ദൈവം തമ്പുരാൻ തീർക്കുന്നതിനായി സ്തോത്രം. ഈ ശുശ്രൂഷകളെ നിയന്ത്രിപ്പാൻ തക്കവണ്ണം അങ്ങയുടെ ഭക്തനെ കരങ്ങളിലെടുത്ത് ഉപയോഗിക്കുന്നതിനായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയബാബു ചെറിയം ഭാഷ ദൈവം അനുഗ്രഹിക്കുകയും മാനിക്കുകയും ചെയ്യുമാറാകണമേ. സ്റ്റേജിലായിരിക്കുന്ന ദൈവഭൃത്യന്മാരെ ദൈവം അനുഗ്രഹിക്കണമേ. ഈ ശുശ്രൂഷ ആമേൻ ഏറ്റവും അനുഗ്രഹപ്രദമായി തീരുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് സഹായിക്കണം. വന്നു ചേർന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകാൽ കർത്താവെ, ഇന്ന് ആമേ പകൽക്കാലം കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് കർത്താവിൻ്റെ സന്നിധാനത്തിങ്കിൽ വന്നു നിൽക്കുന്നതായ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇരുഭാഗത്തുനിന്നും കടന്നു വന്ന പ്രിയപ്പെട്ടവരെ ദൈവം അനുഗ്രഹിക്കുകയും മാനിക്കുകയും ചെയ്യുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നാളുകളായി ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ശ്രേഷ്ഠമായ ആമേൻ നിമിഷത്തിന് ആമേൻ ഞങ്ങൾ സാക്ഷ്യം വഹിപ്പാനായി കടന്നു വന്നിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ വലിയ കൃപ അവിടുന്ന് പകർന്ന് മാനിക്കണമേ. പ്രിയ സൈച്ചാനായ റിനാനിക്കായി സ്തോത്രം ചെയ്യുന്നു. അവർക്ക് ദൈവം നൽകിയ തലമുറകളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഇളയ മകൾ പ്രിയ പ്രിറ്റിയെ ഓർത്ത് സ്തോത്രം. നിന്റെ മകൾക്ക് വേണ്ടി കർത്താവ് ഒരുക്കിയ മുഖാന്തരങ്ങൾക്കായി സ്തോത്രം. ഈ ശുശ്രൂഷകളെ ദൈവം അനുഗ്രഹിച്ച് മാനിച്ച് ദൈവകൃപയോട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ അത്യന്തമായി കൃപയും സാന്നിധ്യം പകർന്നാട്ടെ. പ്രാർത്ഥനയുടനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ വലിയ നാമത്തിൽ തന്നെ. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയ സിസ്റ്റർ പിറ്റി പി സജിയുടെയും പ്രിയ ബ്രദർ അലൻ മാത്യു ബിജുവിൻ്റെയും വിവാഹ നിശ്ചയത്തോടുള്ള ബന്ധത്തിൽ കടന്നു വന്ന ഇരുവരുടെയും മാതാപിതാക്കൾ, സഹോദരങ്ങൾ, ബലപ്പെട്ട ദൈവദാസന്മാർ, സഹോദരി സഹോദരന്മാർ, ബന്ധുമിത്രാദികൾ, ചാർച്ചയിൽപ്പെട്ടവർ, സ്നേഹിതർ, ദൈവസഭാംഗങ്ങൾ, മനോഹരമായ ഗാന ശുശ്രൂഷകൾക്ക് നേർന്നു നൽകുന്ന കർത്താവിൻ്റെ മക്കൾ, എല്ലാവർക്കും വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുകയാണ്. പ്രിയാമകൾ പൃഥ്വി സജിയെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ചർച്ച് ഓഫ് ഗോഡ് ഇൻ ഇന്ത്യ വെള്ളക്കുളങ്ങര ദൈവസഭയിലെ ഒരനുഗ്രഹിക്കപ്പെട്ട
കുടുംബമാണ് പ്രിയ സജി ബ്രദറിൻ്റെയും റീന സിസ്റ്ററേയും കുടുംബം. ആ കുടുംബം ദൈവസഭയ്ക്ക് വളരെ വിലപ്പെട്ടവരാണ്. സഭയുടെ ആത്മീയ ഭൗതിക മേഖലകളിൽ സഭയുടെ അനുഗ്രഹത്തിന് വേണ്ടി നിലകൊള്ളുന്ന ആ അനുഗ്രഹിക്കപ്പെട്ട കുടുംബത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രിയ പ്രിറ്റിക്ക് ഒരു സഹോദരിയുണ്ട്, പ്രൈസ്. തൻ്റെ ഹസ്ബൻഡ് ഡാനി, അവർ കുടുംബമായിട്ട് അമേരിക്കയിലായിരുന്നു. ക്ഷേമത്തോടെ കടന്നു വരുവാനും ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുവാനൊക്കെ ദൈവമൊരുക്കിയ അവസരങ്ങൾക്കായിട്ട് കർത്താവിനെ സ്തുതിക്കുകയാണ്. പ്രിയ സജി ബ്രദർ ചില വർഷങ്ങൾ ഞങ്ങളുടെ സഭയുടെ സൺഡേ സ്കൂൾ ഹെഡ് മാസ്റ്ററായിട്ടൊക്കെ പ്രവർത്തിക്കുവാൻ ദൈവം തൻ്റെ ദാസനെ ഉപയോഗിച്ചു. പ്രിയ സിസ്റ്റർ സഹോദരിമാരുടെ സെക്രട്ടറിയായി ഇപ്പോൾ പ്രവർത്തിച്ചു വരികയാണ്. ദൈവസഭയ്ക്ക് വളരെ സന്തോഷവും അഭിമാനവുമാണ് ആ കുടുംബം എന്ന് പറയുന്നതിൽ ഞാൻ അതിയായി ദൈവത്തെ സ്തുതിക്കുകയാണ്. അതുപോലെ തന്നെ പ്രിയ അലൻ മാത്യുവിൻ്റെ ഭവനം നല്ല ആത്മീയ പശ്ചാത്തലമുള്ള ഒരു കുടുംബമാണെന്ന് മനസ്സിലാക്കുവാനിടയായി. കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ചുമല് കൊടുക്കുകയും കർത്താവിന് വേണ്ടി വളരെ ശക്തമായി പ്രയോജനപ്പെടുന്ന ആ അനുഗ്രഹിക്കപ്പെട്ട മകൻ, തൻ്റെ പേരൻസ്, പ്രിയപ്പെട്ടവർ എല്ലാവരെയും ഓർത്ത് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുകയും ഇരു കുടുംബങ്ങളെയും ഈ വിവാഹ നിശ്ചയ ശുശ്രൂഷയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. സർവശക്തനായ ദൈവം നമ്മെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അനേക ദൈവദാസന്മാർ ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നുണ്ട്. നിങ്ങളുടെ സാന്നിധ്യം ഈ ശുശ്രൂഷയ്ക്ക് വളരെ ഒരനുഗ്രഹമാണ്. ദൈവത്തിന് സ്തോത്രം. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ടി എ ജോർജ് ദൈവസഭയുടെ ഒരു സീനിയർ പാസ്റ്ററാണ്. ദീർഘവർഷങ്ങൾ വെള്ളക്കുളങ്ങര ദൈവസഭയുടെ പാസ്റ്ററും ഈ സെൻ്ററിൻ്റെ ശുശ്രൂഷകനുമായിരുന്നു. ദൈവസഭയുടെ ഔദ്യോഗിക മേഖലകളിലൊക്കെ ഞങ്ങൾക്ക് ഒരുമിച്ച് പ്രവർത്തിക്കുവാൻ ദൈവം അവസരം നൽകിയിട്ടുണ്ട്. ആ കർത്താവിൻ്റെ ദാസൻ്റെ സാന്നിധ്യത്തിനായിട്ട് ഞാൻ ആ കർത്താവിനെ സ്തുതിക്കുകയാണ്. അതുപോലെ പാസ്റ്റർ ടി കെ ജോസഫ് ദീർഘവർഷങ്ങളായി ഗുജറാത്തിൽ കർത്താവിന് വേണ്ടി അധ്വാനിക്കുന്ന കർത്താവിൻ്റെ ദാസനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ആ കുടുംബത്തെയും ഞാൻ ഈ ശുശ്രൂഷയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ പാസ്റ്റർ ബോവസ് ടി ജോർജ്, ബോവസ് കുട്ടി, സജി ജോർജ്, അതുപോലെ പാസ്റ്റർ തോമസ് ഫിലിപ്പ്, പാസ്റ്റർ വി ജെ കുഞ്ഞുമൻ ഉൾപ്പെടെ അനേക ദൈവദാസന്മാർ ഈ സ്റ്റേജിലും സദസ്സിലുമുണ്ട്. എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവരെയും ഈ ശുശ്രൂഷയിലേക്ക് ഇരു കുടുംബങ്ങൾക്കും വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. സർവശക്തനായ ദൈവം ധാരാളമായിട്ട് നമ്മെ അനുഗ്രഹിക്കട്ടെ. മനോഹരമായ നിലയിൽ ഗാനശുശ്രൂഷയ്ക്ക് നൽകുന്ന ബ്രദർ പ്രിയ ജബേസിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. തൻ്റെ ടീമിനെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വലിയ സാന്നിധ്യം അനുഭവിക്കുന്ന എല്ലാവരും നിങ്ങളുടെ കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്കുവാനിടയായി തീർന്നാട്ടെ. നമ്മെ എല്ലാവരെയും ഈ ഓഡിറ്റോറിയത്തിൽ വിളിച്ചു വരുത്തിയതിൻ്റെ ഉദ്ദേശം നമുക്കെല്ലാവർക്കും അറിയാമെങ്കിലും സ്തോത്രം, അത് പരസ്യമായിട്ട് പ്രസ്താവിക്കേണ്ടത് വളരെ ആവശ്യമാണല്ലോ. അതിനുവേണ്ടി പ്രിയ മകളുടെ സ്തോത്രം പിതാവ് പ്രിയ സജി ബ്രദറിനെ ഞാൻ ക്ഷണിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ കടന്നു വന്ന എല്ലാ ദൈവമക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. എൻ്റെ മകൾ പ്രിറ്റി പി സജിയും വെട്ടുവേലിൽ ഹൗസിൽ ബ്രദർ ബിജു മാത്യുവിൻ്റെയും സിസ്റ്റർ അനിറ്റ ബിജുവിൻ്റെയും മകൻ അലൻ മാത്യു ബിജുവുമായുള്ള വിവാഹത്തിനു വേണ്ടി ഇരു കുടുംബങ്ങളും ചേർന്ന് ഒരു ധാരണയിലെത്തിയിട്ടുണ്ട്. ഇതിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ് നിങ്ങളെ ഏവരെയും വിളിച്ച് ചേർത്തിരിക്കുന്നത്. പ്രിയ പ്രിറ്റി പി സജിയുടെയും അലൻ മാത്യു ബിജുവിൻ്റെയും ഇരു കുടുംബവും തമ്മിൽ ആലോചിച്ച വിവാഹം ഉറപ്പിക്കേണ്ടതിനാണ് നമ്മെ ഇവിടെ വിളിച്ചു വരുത്തിയതെന്ന് ഉത്തരവാദിത്തപ്പെട്ടവർ പറഞ്ഞല്ലോ. ഇരു കുടുംബവും തമ്മിൽ എത്തിച്ചേർന്നിരിക്കുന്ന ധാരണ പ്രസ്താവിക്കുന്നതിന് മുൻപായിട്ട് പ്രിയ മകൾ പ്രിറ്റി പി സജിയെയും പ്രിയ മകൻ അലൻ മാത്യുവിനെയും കാണുവാനുള്ള അവസരമാണ്. ആ സമയത്ത് ഗായക സംഘം
ഒരു പാട്ട് പാടുകയും അവർ തനിയോ അവരുടെ മാതാപിതാക്കളാലോ ഈ സ്റ്റേജിലേക്ക് വരേണ്ടതുമാണ്. ആദ്യം പ്രിയമകൾ പ്രിറ്റി പി സജി, അതിനുശേഷം മകൻ അലൻ മാത്യു ബിജു. ഇതുവരെ എന്നെ കരുതിയ നാഥ, ഇനി എനിക്കെന്നും തവ കൃപ മതിയാം. ഇതുവരെ എന്നെ കരുതിയ നാഥ, ഇനി എനിക്കെന്നും തവ കൃപ മതിയാം. ഗുരുവരനാം നീ കരുതുകിൽ പിന്നെ കുറവൊരു ചെറുതും വരികില്ല പരനെ. ഗുരുവരനാം നീ കരുതുകിൽ പിന്നെ കുറവൊരു ചെറുതും വരികില്ല പരനെ. അരികളിൻ നടുവിൽ വീരുന്നൊരുക്കും പരിമള തൈലം പകരുമൻ ശിരസിൽ. അരികളിൻ നടുവിൽ വീരുന്നൊരുക്കും നീ പരിമള തൈലം പകരുമൻ ശിരസിൽ. ഇതുവരെ എന്നെ കരുതിയ നാഥ, ഇനി എനിക്കെന്നും തവ കൃപ മതിയാം. ഇതുവരെ എന്നെ കരുതിയ നാഥ, ഇനി എനിക്കെന്നും തവ കൃപ മതിയാം. കരുണയിൻ കരത്തിൻ കരുതലില്ലാത്ത ഒരു നിമിഷവുമീ മരുവിലെനിക്ക്. കരുണയിൻ കരത്തിൻ കരുതലില്ലാത്ത ഒരു നിമിഷവുമീ മരുവിലെനിക്ക്. ഇരവിലെന്നോളിയായി പകലിലെൻ തണലായി ഒരു പൊഴുതും നീ പിരിയുകയില്ല. ഇരവിലെന്നോളിയായി പകലിലെൻ തണലായി ഒരു പൊഴുതും നീ പിരിയുകയില്ല. ഇതുവരെ എന്നെ കരുതിയ നാഥ, ഇനി എനിക്കെന്നും തവ കൃപ മതിയാം. ഇതുവരെ എന്നെ കരുതിയ നാഥ, ഇനി എനിക്കെന്നും തവ കൃപ മതിയാം. ഇതുവരെ എന്നെ കരുതിയ നാഥ, ഇനി എനിക്കെന്നും തവ കൃപ മതിയാം. ഇവരെ സ്റ്റേജിൽ ഇരുത്തുന്നതിന് നിങ്ങൾക്ക് തടസ്സമില്ലെങ്കിൽ നിങ്ങളുടെ അനുവാദത്തോടെ ഇവരെ സ്റ്റേജിൽ ഇരുത്താം. നിങ്ങൾ അനുവദിക്കുന്നെങ്കിൽ നിങ്ങളുടെ കരങ്ങളൊന്ന് ഉയർത്തി അനുവാദം ഒന്ന് രേഖപ്പെടുത്തിക്കാട്ടെ. നിങ്ങളുടെ അനുവാദത്തോടെ അവർ ഇരുവരെയും ഞാൻ സ്റ്റേജിലേക്ക് ഇരുത്തുകയാണ്. ഇനി ഇരു കുടുംബവും തമ്മിൽ എത്തിച്ചേർന്നിരിക്കുന്ന ധാരണ നമ്മെ അറിയിക്കാനായിട്ട് പ്രിയ മകൻ അലൻ മാത്യു ബെനുവിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവർ പേരൻസ്. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വേദിയിലും സദസ്സിലുമായിരിക്കുന്ന എല്ലാ കർത്തദാസന്മാർ, മാതാപിതാക്കൾ, സഹോദരി സഹോദരങ്ങൾ, കുഞ്ഞുങ്ങൾ, ബന്ധുമിത്രാദികൾ, ഇന്ന് കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. പ്രിയ
പ്രട്ടിമോടെ പപ്പ സഹിച്ചാൻ പറഞ്ഞതുപോലെ ഞങ്ങൾ ഇരു കുടുംബങ്ങളുടെയും ധാരണയനുസരിച്ച് ഇന്ന് ഇവിടെ വെച്ച് ഈ കല്യാണം ഉറക്കുകയും അടുത്ത മാസം 3-ാം തീയതി തിങ്കളാഴ്ച പത്തനംതിട്ട ജില്ലയിൽ മല്ലപ്പള്ളി താലൂക്കിൽ പെരുമ്പട്ടി വില്ലേജിൽ പെരുമ്പട്ടി കൊച്ചൂടത്തിൽ ഓഡിറ്റോറിയത്തിൽ വെച്ച് പെരുമ്പട്ടി IPC സഭയുടെ ചുമതലയിൽ കല്യാണം നടത്തുകയും വരൻ്റെ ഭവനത്തിൽ ഗൃഹപ്രവേശനം നടത്തുവാനുമാണ് ഞങ്ങൾ ഇരു കുടുംബങ്ങളുടെയും ധാരണ. ഇരു കുടുംബവും തമ്മിൽ എത്തിച്ചേർന്നിരിക്കുന്ന ധാരണ ഇവിടെ പരസ്യമായിട്ട് അറിയിക്കുകയുണ്ടായല്ലോ. കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ 2026 ആഗസ്റ്റ് മാസം 3-ാം തീയതി തിങ്കളാഴ്ച രാവിലെ 10:30 മണിക്ക് കൊച്ചുടത്തിൽ ഓഡിറ്റോറിയം പെരുമ്പട്ടി IPC സഭയുടെ ആഭിമുഖ്യത്തിൽ നടത്തുവാനാണ് ഇരു കുടുംബവും തമ്മിൽ ഒരു ധാരണ എത്തിയിരിക്കുന്നത്. നമ്മൾ ആ വിവാഹം ഉറപ്പിക്കുകയല്ലേ? എല്ലാവരും കരങ്ങൾ ഉയർത്തി കർത്താവിനെ മഹത്വപ്പെടുത്തിക്കാട്ടെ. പ്രൈസലോ. അങ്ങനെയെങ്കിൽ നമ്മൾ വിവാഹ നിശ്ചയരേഖയിൽ ഒപ്പിടാനുള്ള അവസരമാണ്. ആ സമയത്തും ഗായിക സംഘം ഒരു പാട്ടൂടെ പാടുന്നതായിരിക്കും. വരൻ്റെ പിതാവ്, പാസ്റ്റർ, സഭാപ്രതിനിധി എന്നീ പ്രിയപ്പെട്ടവരെ മുൻപോട്ട് വന്ന് വിവാഹ നിശ്ചയരേഖയിൽ ഒപ്പിടേണ്ടതാണ്. എന്തു ഞാൻ പകരം നൽകും, നീ കരുതും കരുതലിന യേശുവേ നീ ഓർത്തതിന എന്നെ നീ മാനിച്ചതിന എന്തു ഞാൻ പകരം നൽകും, നീ കരുതും കരുതലിന യേശുവേ നീ ഓർത്തതിന എന്നെ നീ മാനിച്ചതിന എൻ രക്ഷയായ ദൈവം, എന്നുയർച്ചയായ ദൈവം, നിൻ സൗമ്യത എന്നെ വലിയവനാക്കി. എൻ രക്ഷയായ ദൈവം, എന്നുയർച്ചയായ ദൈവം, നിൻ സൗമ്യത എന്നെ വലിയവനാക്കി. സർവഭൂമിക്കും രാജാവും നീ, ഇസ്രായേലിൻ പരിശുദ്ധൻ നീ, എന്നെ വീണ്ടെടുത്തോനും നീയേ, നിന്റെ പ്രവർത്തികൾ അതിശയമേ. സർവഭൂമിക്കും രാജാവും നീ, ഇസ്രായേലിൻ പരിശുദ്ധൻ നീ, എന്നെ വീണ്ടെടുത്തോനും നീയേ, നിന്റെ പ്രവർത്തികൾ അതിശയമേ. എന്നെ മാനിക്കുന്ന ദൈവം, എന്നെ വഴി നടത്തും ദൈവം, നിന്റെ ശ്രേഷ്ഠത എന്നെ ഉന്നതനാക്കി. എന്നെ മാനിക്കുന്ന ദൈവം, എന്നെ വഴി നടത്തും ദൈവം, നിന്റെ ശ്രേഷ്ഠത എന്നെ ഉന്നതനാക്കി.
യോഗ്യനേശുവേ, യോഗ്യനേശുവേ, നീ നല്ലവൻ, നീ നല്ലവൻ. യോഗ്യനേശുവേ, യോഗ്യനേശുവേ, നീ നല്ലവൻ, നീ നല്ലവൻ. യോഗ്യനേശുവേ, യോഗ്യനേശുവേ, നീ നല്ലവൻ, നീ നല്ലവൻ. എന്നെ മാനിക്കുന്ന ദൈവം, എന്നെ വഴി നടത്തും ദൈവം, നിന്റെ ശ്രേഷ്ഠത എന്നെ ഉന്നതനാക്കി. എന്നെ മാനിക്കുന്ന ദൈവം, എന്നെ വഴി നടത്തും ദൈവം, നിന്റെ ശ്രേഷ്ഠത എന്നെ ഉന്നതനാക്കി. നിന്റെ ശ്രേഷ്ഠത എന്നെ ഉന്നതനാക്കി. നിന്റെ ശ്രേഷ്ഠത, നിന്റെ ശ്രേഷ്ഠത, നിന്റെ ശ്രേഷ്ഠത എന്നെ ഉന്നതനാക്കി. ഈ വിവാഹ നിശ്ചയരേഖ ഇവിടെ വായിച്ചു കേൾപ്പിക്കാൻ പോകുകയാണ് കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ജോർജ് വർഗീസ് വായി. ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. വേദിയിലായിരിക്കുന്ന ദേവദാസന്മാർ, ഇന്നത്തെ അധ്യക്ഷനായിരിക്കുന്ന ഞങ്ങളുടെ പാസ്റ്റർ ബാബു ചെറിയാൻ പാസ്റ്റർ, സദസ്സിലായിരിക്കുന്ന ദേവദാസന്മാർ, ഇരുഭാഗത്തുനിന്നും കടന്നു വന്ന പ്രിയപ്പെട്ടവരെ, ബന്ധുമിത്രാദികൾ, എല്ലാവർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. വിവാഹ നിശ്ചയരേഖ വായിക്കുന്നു. പത്തനംതിട്ട ജില്ലയിൽ അടൂർ താലൂക്കിൽ ഏറത്ത് പഞ്ചായത്തിൽ ഏറത്ത് വില്ലേജിൽ പ്രൈസ് വില്ല വീട്ടിൽ സജി പി ഒ, ബ്രദർ സജി പി ഒ, സിസ്റ്റർ റീന സജിയുടെ മകൾ പ്രിറ്റി പി സജി, ചർച്ച് ഓഫ് ഗോഡ് ഇൻ ഇന്ത്യ വെള്ളക്കുളങ്ങര സഭാംഗം, മോളും പത്തനംതിട്ട ജില്ലയിൽ മല്ലപ്പള്ളി താലൂക്കിൽ കൊറ്റനാട് പഞ്ചായത്തിൽ പെരുമ്പട്ടി വില്ലേജിൽ വിട്ടുവേലിൽ വീട്ടിൽ മിസ്റ്റർ ബിജു മാത്യു, മിസ്സസ് അനിത മാത്യു മകൻ പെരുമ്പട്ടി IPC സഭാംഗവുമായ അലൻ മാത്യു ബിജുവും തമ്മിലുള്ള വിശുദ്ധ വിവാഹം ദൈവികതമായാൽ 2026 ആണ്ട് ഓഗസ്റ്റ് മാസം 3-ാം തീയതി തിങ്കളാഴ്ച രാവിലെ 10:30 മണിക്ക് കൊച്ചൂഴത്തിൽ ഓഡിറ്റോറിയം പെരുമ്പട്ടി ഹാളിൽ വെച്ച് നടത്തുവാൻ ഇരുഭാഗത്തുമുള്ള വേണ്ടപ്പെട്ടവരും സഭാപ്രതിനിധികളും കൂടി ഇന്നേ ദിവസം 30/7/2026 വ്യാഴം കർത്താവിൽ ആശ്രയിച്ച് തീരുമാനിച്ചിരിക്കുന്നു. ദൈവം സഹായിക്കുമാറാകട്ടെ. വിവാഹ നിശ്ചയരേഖ വായിച്ചു കേട്ടല്ലോ. എന്തെങ്കിലും തിരുത്തുകൾ ആവശ്യമുണ്ടെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ടവർക്ക് ആ കാര്യം പ്രസ്താവിക്കാവുന്നത്. ഇല്ലെങ്കിൽ 2026 ആണ്ട് ആഗസ്റ്റ് മാസം 3-ാം തീയതി തിങ്കളാഴ്ച രാവിലെ 10:30 മണിക്ക് പെരുമ്പട്ടി IPC സഭയുടെ ആഭിമുഖ്യത്തിൽ കൊച്ചുഴത്തിൽ ഓഡിറ്റോറിയം പെരുമ്പട്ടി ഹാളിൽ വെച്ച് നടത്തുവാൻ ഇരുഭാഗത്തുമുള്ള വേണ്ടപ്പെട്ടവരും സഭാപ്രതിനിധികളും കൂടി ഇന്നേ ദിവസം 30/7/2026 വ്യാഴം കർത്താവിൽ ആശ്രയിച്ച് തീരുമാനിച്ച് ഉറപ്പിച്ചിരിക്കുന്ന കാര്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ പ്രസിദ്ധം ചെയ്തുകൊള്ളുന്നു. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാമല്ലോ. ഈ വിവാഹ നിശ്ചയരേഖ കൈമാറുവാനായിട്ട് പോകുകയാണ്. അതിനു മുൻപ് ഒരു നിമിഷം നമുക്ക് വായിക്കാം, പ്രാർത്ഥിക്കാം. ബെന്നി പാസ്റ്റർ മുൻപോട്ട് വന്നാട്ടെ. പ്രാർത്ഥിച്ചതിന് ശേഷം ഇരുഭാഗത്തുമുള്ള പ്രിയപ്പെട്ടവരെ മുൻപോട്ട് കടന്നു വന്ന് ഈ വിവാഹ നിശ്ചയരേഖ കൈമാറുന്നതായി പ്രാർത്ഥിക്കാം. തലമുറ തലമുറയായി ഞങ്ങളുടെ സംഗീതവും ഞങ്ങളുടെ കോട്ടയുമായിരിക്കുന്ന നല്ല കർത്താവേ, മനോഹരമായിരിക്കുന്ന ഈ നല്ല നിമിഷം ഈ ഓഡിറ്റോറിയത്തിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളുടെ വിവാഹ നിശ്ചയത്തോടുള്ള ബന്ധത്തിൽ ഞങ്ങൾക്കൊന്നിച്ച് കടന്നു വരുവാൻ ആമേൻ കർത്താവ് ഒരുക്കിയ നല്ല നിമിഷങ്ങളെ ഓർത്ത് തിരുനാമത്തെ ഞങ്ങൾ സ്തുതിക്കുന്നു.
പ്രിയമോൾ പ്രറ്റിക്കായി സ്തോത്രം. അവളുടെ ചെറിയ പ്രായം മുതൽ ഇന്നയോളം ദൈവങ്ങളെ കാത്തു പരിപാലിച്ചു. ദൈവം നടത്തിയ എല്ലാ വിധങ്ങൾക്കായും സ്തോത്രം. അവരുടെ മാതാപിതാക്കൾക്കായി സ്തുതിക്കുന്നു. ആമേൻ. മൂത്ത സഹോദരിക്കായി, കുടുംബത്തിനായി സ്തോത്രം. പ്രിയമോൻ അലനായി സ്തോത്രം ചെയ്യുന്നു. അവൻ്റെ മാതാപിതാക്കൾക്കായി, സഹോദരങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഇന്ന് പകലിവിടെ ആയിരിക്കുന്ന ശ്രേഷ്ഠന്മാരായ എല്ലാ കർത്തൃഭക്തന്മാരെയും കൂടപ്പെട്ട പ്രിയപ്പെട്ടവരെയും തൃക്കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിക്കട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ഇന്ന് പകലിവിടെ ഈ വിവാഹ ശുശ്രൂഷ നടത്തപ്പെടുവാൻ ദൈവം ഒരുക്കിയ അവസരങ്ങൾക്കായി സ്തോത്രം. കർത്താവെ, തിരുഹിതമെങ്കിൽ 3-ാം തീയതി നടക്കുന്ന വിവാഹ ശുശ്രൂഷയിൽ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത സാന്നിധ്യം എല്ലാവർക്കും ഒന്നിച്ചു പ്രാപിപ്പാൻ അങ്ങ് സഹായിക്കണമേ. കർത്താവെ, ഞങ്ങൾക്ക് മറ്റൊരു വിവാഹം ഉണ്ട്. മധ്യാകാശത്തിൽ ഞങ്ങളുടെ പ്രാണപ്രിയൻ കടന്നു വരുമ്പോൾ അതിനുവേണ്ടി ഞങ്ങളെല്ലാവരും ഒരുക്കപ്പെടുവാൻ സ്വർഗം ഞങ്ങളെ സഹായിക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. വരവിനായി ഒരുക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. നമുക്ക് ചേർന്ന് കർത്താവിനെ മഹത്വപ്പെടുത്താമല്ലോ. വേർപെട്ട ദൈവമക്കളുടെ ഏത് പ്രോഗ്രാമിലും ദൈവജന ശുശ്രൂഷയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട്. നമ്മൾ അല്പസമയം സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന ദൈവത്തിൻ്റെ വചനം നമ്മൾ കേൾക്കുവാനായിട്ട് പോകുകയാണ്. ഞാൻ മുൻപ് പരിചയപ്പെടുത്തിയ കർത്താവിൽ ബഹുമാന്യനായ പാസ്റ്റർ ടി.എ. ജോർജ് അവറുകൾ പ്രാരംഭമായിട്ട് അല്പ മിനിറ്റുകൾ സംസാരിക്കും. അതിനുശേഷം കർത്താവിദാസൻ പാസ്റ്റർ ടി.കെ. ജോസഫ്, ഈ 2 ദൈവദാസന്മാർ അല്പ മിനിറ്റുകൾ വീതം ദൈവവചനത്തിലൂടെ നമ്മോട് സംസാരിക്കും. അതിനായിട്ട് അവരെ ക്ഷണിക്കുന്നു. സദസ്സിലും സന്നിഹിതരായിരിക്കുന്ന, പ്രേക്ഷിത വേലയിലായിരിക്കുന്ന അനുഗ്രഹിതരായ ദൈവദാസന്മാർ, ഇരുഭാഗങ്ങളുടെയും ക്ഷണം സ്വീകരിച്ച് ഈ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയ്ക്ക് സാക്ഷ്യം വഹിക്കുവാനും പ്രാർത്ഥിക്കുവാനും സന്നിഹിതരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും വന്ദനം ചൊല്ലുന്നു. ഈ ശുശ്രൂഷയുടെ അധ്യക്ഷ സ്ഥാനം അലങ്കരിച്ച് മനോഹരമായി ഇത് നിയന്ത്രിക്കുന്ന കർത്താവിൽ പ്രസിദ്ധനായ പാസ്റ്റർ ബാബു ചെറിയാൻ അവറുകൾ, ഈ സഭയുടെ ശുശ്രൂഷകനും ഈ സെൻറ്റർ പാസ്റ്ററും ചർച്ച് ഓഫ് ഗോഡിൻ്റെ ഭരണസമിതിയുടെ കേരള സ്റ്റേറ്റിൻ്റെ അംഗവുമായിരിക്കുന്ന പാസ്റ്റർ ബാബു ചെറിയാനെ ഓർത്തും ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വളരെ സന്തോഷം നൽകുന്ന ഒരു ദിനമാണിത്. നമുക്ക് ഇരുഭാഗത്തു നിന്നും കടന്നു വന്ന നമുക്ക് മാത്രമല്ല, ഈ കുടുംബത്തിന് മാത്രമല്ല, വെള്ളക്കുളങ്ങര ചർച്ച് ഓഫ് ഗോഡ് സഭയ്ക്കും ഇന്ന് സന്തോഷത്തിൻ്റെ ഒരു ദിനമാണ്. അവരുടെയും പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി കൊടുക്കുന്ന ഒരു ദിവസം. എനിക്ക് പ്രിയ പ്രറ്റിയുടെ പിതാവിനെ ദീർഘവർഷങ്ങൾ കൊണ്ട് പരിചയമുണ്ട്. ഏതാണ്ട് 40 അധികം വർഷത്തെ പരിചയമുണ്ട്. ഒരു ഇടവേളയിൽ ഞങ്ങൾ തമ്മിൽ ബന്ധമില്ലായിരുന്നെങ്കിലും അതിനുശേഷം പിന്നെ ബന്ധപ്പെടുവാൻ കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ ചെറു പ്രായത്തിൽ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം മുതൽ അദ്ദേഹവുമായിട്ട് ബന്ധമുണ്ട്. ആ കുടുംബവുമായിട്ടും തൻ്റെ സഹോദരങ്ങളുമായിട്ടും ബന്ധമുണ്ട്. ഇന്ത്യൻ ആർമിയിലെ ജോലി കഴിഞ്ഞ് ഖത്തറിൽ ചില വർഷങ്ങൾ ജോലി ചെയ്ത് ഇപ്പോൾ ഭവനത്തിൽ വിശ്രമ ജീവിതമാണെന്ന് തോന്നുന്നു. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട പലയിടങ്ങളിലും അധ്വാനിച്ച ഒരു മകനാണ്. തൻ്റെ സഹധർമ്മിണി സിസ്റ്റർ റീന വളരെ താലന്തരായ ഒരു സഹോദരിയാണ്. തൻ്റെ മാതാപിതാക്കൾ ഇവിടെയുണ്ട്. ചർച്ച് ഓഫ് ഗോഡ് എന്ന പ്രസ്ഥാനത്തിൻ്റെ അരുമസന്താനങ്ങളാണ്. ഒരുപാട് സംഭാവനകൾ ചെയ്തവരാണ് അവർ. സിസ്റ്റർ റീന, അതുപോലെ അവർക്ക് ദൈവം ദാനമായി കൊടുത്ത മൂത്ത് പൈതൽ പ്രൈസ് ആൻഡ് ഡാനി, ദൈവം അവരെ കുടുംബമായിട്ട് എത്രത്തോളം അനുഗ്രഹിച്ചു. ദൈവം അവർക്ക് കൊടുത്തിരിക്കുന്ന എല്ലാ ആത്മീക ദർശനത്തിനായിട്ടും കർത്താവിനെ സ്തുതിക്കുന്നു. ഇന്നത്തെ നെയ്ത്ത
വധുവും നെയ്ത്ത വരനും. എൻഗേജ്മെൻറ്റ് കഴിഞ്ഞതുകൊണ്ട് നെയ്ത്ത എന്ന പദം നമുക്ക് ഉപയോഗിക്കാം. അതുവരെ അവർ ബ്രദർ ആൻഡ് സിസ്റ്റർ ആയിരുന്നു. ഇന്നത്തെ നെയ്ത്ത വധു പ്രറ്റി നല്ല ക്വാളിറ്റീസുള്ള, സ്പിരിച്വൽ ക്വാളിറ്റീസുള്ള ഒരു മകളാണത്. ചിലപ്പോൾ കുറച്ച് ആവേശം കൂടിപ്പോയോ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ അതൊരു ആവേശമല്ലായിരുന്നു, അത് പലപ്പോഴും ഒരു അനുഗ്രഹമായിരുന്നു. എന്തൊക്കെയോ ചെയ്യണം കർത്താവിന് വേണ്ടി, യുവജനങ്ങളുടെ ഇടയിൽ, കൊച്ചുകുട്ടികളുടെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണം, നല്ല കാര്യങ്ങൾ ചെയ്യണമെന്നുള്ള ഒരു ഭയങ്കര താല്പര്യവും ആവേശവും പ്രാപിച്ച മകളാണ്. അതുപോലെയാണ് പ്രൈസ് കുറച്ചുകൂടെ പക്വതയോടെ കാര്യങ്ങൾ ചെയ്യും, പ്രറ്റി അല്പം കൂടെ അഡ്വാൻസ് ആയിട്ട് ചെയ്യും. അത്രയേ ഉള്ളൂ. ദൈവം അവരെ ഏൽപ്പിച്ചിരിക്കുന്ന മനോഹരമായ കാഴ്ചപ്പാടുകൾക്കായിട്ട് ഞാൻ ഒരിക്കൽ കൂടെ കർത്താവിനെ ഇന്ന് പകൽ സ്തുതിക്കുന്നു. പ്രറ്റിക്ക് വേണ്ടി ദൈവം ഒരുക്കിയ പ്രിയ അലനെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. അലനെക്കുറിച്ച് എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. രണ്ടുപേരും രക്ഷിക്കപ്പെട്ട് പുതിയ നിയമ സത്യപ്രകാരം വിശ്വാസ സ്നാനം സ്വീകരിച്ച് സത്യത്തിലും ആത്മാവിലും 2 സഭകളിൽ 2 ഇടങ്ങളിൽ ആരാധിക്കുന്ന കുഞ്ഞുങ്ങളാണ്. ലോകത്തിൻ്റെ കളങ്കങ്ങളൊന്നും ഏശാതെ വണ്ണം ഈ പുതിയ തലമുറയിലെ ഒരു വിക്രിയകളും ജീവിതത്തിൽ പടർത്താതെ ദർശനത്തോടുകൂടെ മുൻപോട്ട് പോകുന്ന 2 കുഞ്ഞുങ്ങൾ തമ്മിലുള്ള വിവാഹ നിശ്ചയമാണ് ഇന്ന് പകൽ ഇവിടെ നടന്നത്. തീർച്ചയായിട്ടും ഇത് അനുഗ്രഹിക്കപ്പെട്ട ഒരു അന്തരീക്ഷമാണ്. ആരും പെർഫെക്റ്റ് അല്ല, നമ്മൾ ആരും പെർഫെക്റ്റ് അല്ല. ഈ ഭൂമിയിലെ ഒരു ഭർത്താക്കന്മാരും പെർഫെക്റ്റ് അല്ല, ഒരു ഭാര്യമാരും പെർഫെക്റ്റ് അല്ല. ഒരു മനുഷ്യൻ ലൂതർ കിങ്ങിനോട് ഇങ്ങനെ ചോദിച്ചു, പെർഫെക്റ്റായ ഒരു ഭർത്താവ് എവിടെയുണ്ട് എന്ന് ചോദിച്ചു. ഒരു മെസ്സേജ് കഴിഞ്ഞിട്ടാണ് ചോദിച്ചത്. അദ്ദേഹം അതിന് മറുപടി പറഞ്ഞത്, അങ്ങനെ ഒരു ഭർത്താവ് ഇതുവരെ വന്നിട്ടില്ല, വരും. അങ്ങനെ ഒരു ഭർത്താവ്, പെർഫെക്റ്റായ ഒരു ഭർത്താവ് ഇതുവരെ വന്നിട്ടില്ല, ഇനി വരും. അത് കർത്താവായ യേശുക്രിസ്തുവിനെ ഉദ്ദേശിച്ച അദ്ദേഹം പറഞ്ഞു. യേശുക്രിസ്തുവാ പെർഫെക്റ്റ്. അവനിൽ ഇരുട്ട് ഒട്ടുമില്ല, അവനിൽ ശൂന്യത ഒട്ടുമില്ല. യേശുവാണ് നമ്മുടെ നാഥൻ, നായകൻ, നടത്തിപ്പുകാരൻ, വഴികാട്ടി, എല്ലാം യേശുവാണ്. യേശുവിനെ ശ്രദ്ധിച്ച് യേശുവിനെ ഫോളോ ചെയ്യുന്ന ഒരു കുടുംബത്തിനും പരാജയപ്പെടേണ്ടി വരികയില്ല. ജീവിതത്തിൽ ചിലപ്പോൾ സംഘർഷ മിനിറ്റുകൾ ഉണ്ടാകാം, സംഘർഷം എല്ലാവർക്കും ഉണ്ടാകും. ചില സംഘർഷങ്ങൾ നീണ്ട ദിവസങ്ങൾ നിൽക്കും, ചില സംഘർഷങ്ങൾ വളരെ ഷോർട്ട് പീരീഡ് മാത്രമേ കാണൂ. ചിലപ്പോൾ പ്രാർത്ഥിച്ചിട്ടും ഉപവസിച്ചിട്ടും ദൈവവചനം ധ്യാനിച്ചിട്ടും കൂട്ടായ്മ ആചരിച്ചിട്ടും ചില സംഘർഷങ്ങൾ നീണ്ടുപോകും, തീരാതെ നീണ്ടുപോകും. അങ്ങനെ ചില സംഘർഷങ്ങൾ ഉണ്ടാകും. പേടിപ്പിക്കുകയല്ല നിങ്ങളെ, എല്ലാവർക്കും ഉണ്ടാകും. ഈ സംസാരിക്കുന്ന എനിക്കും നിങ്ങൾക്കും ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഉണ്ടാകും സംഘർഷം. പക്ഷേ ജീവിതത്തിൽ സംഘർഷങ്ങൾ വരുമ്പോൾ അലൻ ശ്രദ്ധിക്കണേ പ്രതി, ജീവിതത്തിൽ സംഘർഷ മിനിറ്റുകൾ വരുമ്പോൾ ഒറ്റയ്ക്കൊരു തീരുമാനം നിങ്ങൾ എടുക്കരുത്. ഒറ്റയ്ക്കൊരു തീരുമാനം എടുക്കരുത്. നിങ്ങൾ എത്ര കഴിവോ, എത്ര എക്സ്പീരിയൻസോ, എത്ര മിടുക്കരോ ആണെങ്കിലും, എത്ര വിദ്യാഭ്യാസമുള്ളവരാണെങ്കിലും, എത്ര ബാക്ക്ഗ്രൗണ്ട്, നല്ല ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്കുണ്ടെങ്കിലും ഒറ്റയ്ക്കൊരു തീരുമാനം എടുക്കരുത്. കൂട്ടായിട്ട് ദൈവസേനയിൽ പ്രാർത്ഥിച്ചിട്ട് വേണം അതിനൊരു ഫൈനൽ ഡിസിഷൻ എടുക്കുവാൻ. നിങ്ങൾ കൂട്ടായിട്ട് ചിന്തിച്ചിട്ടും നിങ്ങൾക്കതിനൊരു മറുപടി കിട്ടുന്നില്ലെങ്കിൽ ദൈവം ഈ വിഷയത്തിൽ എന്ത് കൽപ്പിക്കുന്നു, എന്തറിയിക്കുന്നു, എന്തരളി ചെയ്യുന്നുവെന്ന് അറിയുവാൻ അല്പം മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം. നിങ്ങളുടെ കഴിവുകൾ പരിമിതമാണ്. എന്തെല്ലാം ഉണ്ടെന്ന് പറഞ്ഞാലും നിങ്ങളുടെ കഴിവുകൾ പരിമിതമാണ്. നിങ്ങൾ ഇതുവരെ എത്തേണ്ട ഇടത്തെങ്ങും എത്തിയിട്ടില്ല, നിങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. പൗലോസ് പറഞ്ഞ പോലെ പിടിക്കാമോ എന്ന് വെച്ച് ഞാനും ഓടുന്നതേ ഉള്ളൂ. എനിക്ക് മുൻപിലൊരു ഉപനിധിയുണ്ട്, എനിക്കത് വേണം, എനിക്കത് പിടിക്കണം, എനിക്കത് കരസ്ഥമാക്കണം. അങ്ങനെ നിങ്ങളും മുൻപോട്ട് പോകുന്നതേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലും ബലഹീനതകളുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ സംഘർഷ മിനിറ്റുകളിൽ തീരുമാനം നിങ്ങൾക്ക് എടുക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ പതറിപ്പോകരുത്, ക്ഷീണിച്ചു പോകരുത്, അങ്ങോട്ടും ഇങ്ങോട്ടും ബ്ലെയിം ചെയ്യരുത്, ആരെയും കുറ്റം പറയരുത്. ദൈവം ഞങ്ങളുടെ വിഷയത്തിൽ എന്തരളി ചെയ്യുന്നുവെന്ന് കേൾപ്പാൻ അല്പം മിനിറ്റുകളൊന്ന് വെയിറ്റ് ചെയ്താൽ ദൈവം തീർച്ചയായിട്ടും അതിന് മറുപടി നൽകും. എന്നോട് ചോദിക്കുന്നവർ കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഇല്ലല്ലോ, ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വന്നവരല്ലേ? ആദരം തുറന്ന് കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ ചേർന്ന്.
അല്പസമയം കഴിഞ്ഞ് നമ്മളെല്ലാവരും ഇവിടുന്ന് പോകത്തില്ലേ? ഇവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ, മനസ്സ് തുറന്ന് ഒന്ന് പ്രാർത്ഥിക്കാൻ നമ്മൾ വന്നതല്ലേ? കുഞ്ഞുങ്ങളെ, ഏലിയാവിനെ കുറിച്ച് അറിയാത്ത യഹൂദനില്ല, ഏലിയാവിനെ കുറിച്ച് അറിയാത്ത ക്രിസ്തീയ സമൂഹത്തിലെ ആരും തന്നെ ഇല്ല. അത്രയ്ക്ക് ശ്രേഷ്ഠനായിരുന്നു, ദൈവത്തിൻ്റെ പ്രതിനിധിയാ, ദൈവത്തിൻ്റെ പ്രവാചകനാ. പക്ഷെ അദ്ദേഹത്തിന് ഒരു സംഘർഷ മിനിറ്റ് ജീവിതത്തിൽ വന്നപ്പോൾ താൻ ഒരു തീരുമാനമെടുത്തു, എനിക്ക് മരിക്കണം. അതായിരുന്നു ഏലിയാവിടുത്തെ തീരുമാനം, എനിക്ക് മരിക്കണം, അതാ. പക്ഷെ ആ തീരുമാനം തെറ്റായിരുന്നു. അപ്പൊ എത്ര ശ്രേഷ്ഠനായാലും സംഘർഷ മിനിറ്റുകളിൽ ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് വേണ്ടി, ദൈവത്തിൻ്റെ മറുപടിക്ക് വേണ്ടി കാത്തിരിക്കുവാൻ തയ്യാറാകണം. പ്രാർത്ഥനയോട് കാത്തിരിക്കുവാൻ തയ്യാറാകണം. 40 ദിവസം ദൈവം ഏലിയാവിനോട് സംസാരിച്ചതേയില്ല. എനിക്ക് മരിക്കണമെന്ന് പറഞ്ഞ് തീരുമാനമെടുത്ത ഏലിയാവിനോട് 40 ദിവസം വേണ്ടിയില്ല. ഒരു ബ്രാക്കറ്റ് പീരീഡായിരുന്നു ഏലിയാവിൻ്റെ ജീവിതത്തിൽ. അതിനുശേഷമാണ് ദൈവം അവനോട് ഇടപെട്ടത്. പ്രിയ കുഞ്ഞുങ്ങളെ, ഒന്നുകൊണ്ടും ഭാരപ്പെടണ്ട, ഭയപ്പെടണ്ട. നിങ്ങളുടെ ജീവിതയാത്ര മുൻപോട്ട് കൊണ്ടുപോകുവാൻ വേണ്ട എല്ലാ സാധ്യതകളും ദൈവം നിങ്ങൾക്ക് വേണ്ടി തരും. നിങ്ങൾക്ക് എന്തെല്ലാം ഉണ്ടെന്ന് പറഞ്ഞാലും അതിലൊന്നും ആശ്രയിക്കരുത്, ദൈവമായിരിക്കണം നിങ്ങളുടെ ആശ്രയം. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ മാതാപിതാക്കളുടെ പ്രാർത്ഥനയും ആഗ്രഹവും ഒക്കെയാണ് നിങ്ങൾ ഇന്നിവിടെ ആയിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ മാതാപിതാക്കളെ നിങ്ങൾ ഒരിക്കലും മറക്കരുത്. ഇരുവരുടെയും മാതാപിതാക്കളെ ശുശ്രൂഷിക്കുവാനും കരുതുവാനും അവരെ വേണ്ട കാര്യങ്ങൾക്കെല്ലാം അവരോട് കൂടെ നിന്ന് നിങ്ങൾ അവർക്ക് എപ്പോഴും ഒരു അത്താണിയായിരിക്കണം. അവരെ മറന്ന് നിങ്ങൾ ഒരിക്കലും ചെയ്യരുത്. നിങ്ങളെ ഇതുവരെ കൊണ്ടുവന്നെത്തിച്ചത് ദൈവമാണെങ്കിലും അതിന് പിന്നിൽ നിങ്ങളുടെ മാതാപിതാക്കളാണ്. നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളെ ഒരിക്കലും ശിഥിലമാക്കാൻ നിങ്ങളിൽ നിന്നോ നിങ്ങളുടെ വർത്തമാനത്തിൽ നിന്നോ നിങ്ങളുടെ ഡീലിങ്സിൽ നിന്നോ ഒന്നും ഉണ്ടാകരുത്. ഇന്ന് ബന്ധങ്ങൾ ഇല്ലാതിരിക്കുന്ന കാലമാണ്. ഈ തലമുറയിൽ ബന്ധം വേണ്ട. സ്വന്തം സഹോദരങ്ങളെ പോലും ഒരമ്മ പ്രസവിച്ച മക്കൾ പോലും പരസ്പരം ബന്ധമില്ല. പല രാജ്യങ്ങളിലാ. ഒരു രാജ്യത്ത് തന്നെയാണെങ്കിലും ബന്ധപ്പെടാൻ അവർക്ക് മനസ്സില്ല. പലർക്കും ഈഗോ പ്രശ്നമാ, ബന്ധങ്ങളില്ല. മാതാപിതാക്കളെ പലരും വിളിക്കുന്നത് ആഴ്ചയിൽ ഒരിക്കലോ മാസത്തിലൊരിക്കലോ ഒക്കെ ഷോർട്ട് ചെയ്യുകയാ. സുഖമാണോ? ഞങ്ങളിവിടെ സുഖമാ, ഓക്കെ, തിരക്കാ, ജോലിക്ക് പോവാ. ബന്ധങ്ങൾ ശിഥിലമായിക്കൊണ്ടിരിക്കുകയാ, ബന്ധങ്ങൾ മുറിഞ്ഞുകൊണ്ടിരിക്കുകയാ. മാതാപിതാക്കൾ എൻ്റെ കുഞ്ഞിൻ്റെ ശബ്ദം ഒന്ന് കേൾക്കാൻ, ഒന്ന് ഫോൺ വിളി കേൾക്കാൻ, എൻ്റെ കൊച്ചുമകൻ്റെ ശബ്ദം ഒന്ന് കേൾക്കുവാൻ കാതോർത്തിരിക്കുക. ആരെങ്കിലും വിളിച്ചാൽ ഫോൺ ഓടിച്ചെന്നെടുക്കും. എൻ്റെ കുഞ്ഞാണോ വിളിക്കുന്നത്, എൻ്റെ കൊച്ചുമകനാണോ വിളിക്കുന്നത്? ശബ്ദം കേൾക്കാൻ താല്പര്യപ്പെടുന്ന ഒരു പ്രായമുള്ള അപ്പനും ഒരു പ്രായമുള്ള അമ്മയും നമ്മുടെയൊക്കെ പല വീടുകളിലും ഉണ്ടെന്ന് ഓർത്തോണം. അവരെ മറക്കരുത്, അവരെ സ്നേഹിക്കണം, അവരോട് ഇടപെടണം. ഇല്ലെങ്കിൽ ദൈവം ക്ഷമിക്കത്തില്ല. ഈ ചക്രം ഇങ്ങനെ കറങ്ങി വരികയാ. നീയും നാളെ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ വരുമ്പോഴാണ് അതിൻ്റെ വേദന അറിയുന്നത്, അതിൻ്റെ സംഘർഷം അറിയുന്നത്. ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാണ്. കർത്താവിൻ്റെ മഹത്വം. ചില വർഷങ്ങൾ ഈ സഭയുടെ ശുശ്രൂഷകനായിരിക്കാൻ, ആരംഭകാലം കഴിഞ്ഞിട്ട് പിന്നെയും ചില വർഷങ്ങൾ ഈ സഭയുടെ ശുശ്രൂഷകനായിരിക്കാൻ ഇടയായതിൽ എനിക്ക് സന്തോഷമുണ്ട്. അന്ന് ഈ കുടുംബവുമായി കൂടുതൽ ബന്ധപ്പെടുവാൻ കർത്താവിടയാക്കി. എല്ലാ നിലയിലും ഈ കുഞ്ഞുങ്ങളെ ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. വിവാഹ ശുശ്രൂഷയ്ക്ക് വരുവാൻ താല്പര്യമുണ്ടെങ്കിലും കഴിയാതിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഞങ്ങളുടെ കുടുംബത്തിൻ്റെ പ്രാർത്ഥന നിങ്ങളോട് ഒരുമിച്ച് എന്നും ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്. പ്രത്യാശ നഷ്ടപ്പെടാതെ, ദൈവസ്നേഹം നഷ്ടപ്പെടാതെ, ദൈവാശ്രയം നഷ്ടപ്പെടാതെ, പ്രാർത്ഥനാ ജീവിതം നഷ്ടപ്പെടാതെ മുൻപോട്ട് പോകുവാൻ ദൈവം നിങ്ങൾക്ക് ഇരുവർക്കും കൃപ തരട്ടെ എന്ന് പ്രാർത്ഥിച്ചും എല്ലാ ആശംസകളും നിങ്ങൾക്ക് അറിയിച്ചുകൊണ്ടും വാക്കുകൾ വിരമിക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. കർത്താവദാസനോട് ലഭിക്കുവാനിടയായല്ലോ. ചേർന്ന് നമ്മുടെ കർത്താവിനെ സ്തുതിക്കാമല്ലോ. തുടർന്ന് കർത്താവിൽ ബഹുമാനായ പാസ്റ്റർ TK ജോസഫ്, ഗുജറാത്ത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. സ്റ്റേജിലായിരിക്കുന്ന ശ്രേഷ്ഠന്മാരായ ദൈവദാസന്മാർ, വേദിയിലിരിക്കുന്നവര്, ഇരു കുടുംബത്തിലുള്ള പ്രിയപ്പെട്ടവര്, ഇരു സഭകൾ, ബന്ധുപുത്രാദികൾ, സ്നേഹിതർ, എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വന്ദനത്തെ അറിയിക്കാൻ. ഞാനിവിടെ വരുവാൻ കാരണമായി തീർന്നത് എൻ്റെ ഗ്രാൻഡ്സൺ ദാനി താനുവേലിൽ വിവാഹം കഴിച്ചിരിക്കുന്നത് പ്രൈസിനെയാണ്, അല്ലെങ്കിൽ പൃഥ്വിയുടെ സഹോദരി. ആ കുടുംബവുമായിട്ട് വളരെ അടുത്ത ബന്ധമുണ്ട്. ഈ സഭയുമായിട്ടിരിക്കുന്ന നല്ല ബന്ധമുണ്ട്.
കഴിഞ്ഞ 2 പ്രാവശ്യം ഞാൻ നാട്ടിൽ വന്നപ്പോഴും ഇവിടെ വന്ന് ശുശ്രൂഷിപ്പാൻ ദൈവം സാവകാശം തന്നു. പൃഥ്വിയെക്കുറിച്ച് 2 വാക്ക് പറയാതിരിക്കാൻ സാധിക്കത്തില്ല. എല്ലാ വിധത്തിലുള്ളതായ താലന്തുകളാൽ അഭിഷിക്തയായ ഒരു പെൺകുട്ടിയാണ്. ചില നാളുകൾ ഞങ്ങളുടെ സഭയിലെ ഗുജറാത്തിൽ രാജ്കോട്ടിലെ മെമ്പറായിരുന്നു. അന്ന് അവിടുത്തെ സൺഡേ സ്കൂൾ ടീച്ചറായിരുന്നു. ഞങ്ങളുടെ കൊയറിൻ്റെ മെമ്പറുമായിരുന്നു. ഏത് ഭാഷയിലും 3-4 ഭാഷ തനിക്ക് കൈകാര്യം ചെയ്യുവാൻ കൊണ്ടും കഴിയും. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പൈതലാകിയാൽ ഞങ്ങളുടെ ഒരു മോളെ, കൊച്ചു മോളായിട്ടാണ് ഞങ്ങൾ വച്ചിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അലനെ എനിക്ക് നേരിട്ട് പരിചയമില്ല, എന്നാൽ ഒരുപാട് പരിചയം ഉണ്ട് താനും. കാരണം പെരുമ്പട്ടിക്കാരെ എനിക്ക് നല്ല പരിചയം. പെരുമ്പട്ടിയിലുള്ള കൊയ്യരത്ത് ഫാമിലെ മുഴുവൻ ആളുകളും രാജ്കോട്ട് ഞങ്ങളുടെ ചർച്ചിന് മെമ്പേഴ്സാണ്. പലരും നിത്യതയിൽ പോയി, ഇന്ന് ചിലരുണ്ട്. ഉള്ളതിലധികം പേരും അമേരിക്കയിൽ ഹൂസ്റ്റണിലാണ്. എന്നാൽ പല പ്രാവശ്യം പെരുമ്പട്ടി ചർച്ച് വന്ന് ശുശ്രൂഷിപ്പാൻ എനിക്കിടയായിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുമ്പാണ്. കഴിഞ്ഞ ചില വർഷങ്ങൾക്ക് മുമ്പ് അവരൊരു കൊച്ചുമോൻ്റെ കല്യാണം പെരുമ്പട്ടിയിൽ അന്ന് ഞങ്ങൾ താമസിച്ചു. തിരുവല്ലയിൽ വെച്ചാണ് വിവാഹം നടന്നത്. സജുവിൻ്റെ മോൻ്റെ കല്യാണം. ആ കുടുംബത്തിനും ഈ കുടുംബവുമായിട്ട് ബന്ധമുണ്ട്. സജുവിൻ്റെ അല്ലെങ്കിൽ കൊയ്യരത്തെ തോമസ് ബ്രദറിൻ്റെ കുഞ്ഞുട്ടിയുടെ മോൻ കല്യാണം കഴിച്ചിരിക്കുന്നത് റീനയുടെ കൊച്ചമ്മയാണ്, മാവിയെ. അവൻ ഈ ബന്ധങ്ങളെല്ലാം ഉണ്ട്. പിന്നെ അലനെക്കുറിച്ച് പേഴ്സണലായിട്ട് എനിക്കറിയാവുന്നത്, എൻ്റെ മോൻ കഴിഞ്ഞ വർഷം ദുബൈയിൽ വന്നു. അന്ന് നിങ്ങളുടെ വീട്ടിൽ വരുവാനും ഒരുമിച്ച് നിങ്ങളോടുകൂടി ആയിരിക്കാനും ഇടയാക്കി. ഇന്ന് അവൻ ഇവിടെ ഉണ്ട്. പക്ഷേ മറ്റൊരു വിവാഹത്തിന് വേണ്ടി പോയിരിക്കുകയാണ്. 3-ാം തീയതി വിവാഹത്തിന് നിശ്ചയമായിട്ടും വന്നു ചേരുന്നതായിരിക്കും. എൻ്റെ മോനിൽ കൂടെ പാസ്റ്റർ ടൈറ്റസ് മുഖാന്തരം അലനെക്കുറിച്ചും അലൻ്റെ സവിശേഷതകളെക്കുറിച്ചും സ്നേഹത്തെക്കുറിച്ചും ശുശ്രൂഷയെക്കുറിച്ചും എനിക്ക് മനസ്സിലാക്കാൻ ഇടയായിട്ടുണ്ട്. അപ്പോൾ ഒറ്റ വാക്കി പറഞ്ഞാൽ, ദൈവം കൂട്ടിച്ചേർക്കുന്നത് ചേരാൻ കൊള്ളാവുന്നതിനെയാണ്. അവിടെ 2 പേരും ഒരേ ക്വാളിറ്റീസ് ഉള്ള, ഒരേ അനുഭവമുള്ളവരെ അവരെ കൂട്ടിച്ചേർക്കുമ്പോൾ അവരുടെ ജീവിതം ഏറ്റവും ധന്യമായി തീരും എന്നുള്ളതിന് ഒരു സംശയമില്ല. ദൈവം അവരെ എല്ലാ വിധത്തിലും അനുകരിക്കട്ടെ. അവരുടെ ഭാവി ജീവിതം, വരാൻ പോകുന്ന കുടുംബജീവിതം ഏറ്റവും ധന്യമാക്കി തീർക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. മാര്യേജിൽ 3 ബന്ധങ്ങളാണ് ഉണ്ടാകുന്നത്. മനുഷ്യൻ ത്രിയേകനാണ്, ദൈവവും ത്രിയേകനാണ്. നമുക്ക് ശരീരം, പ്രാണ, ആത്മാവ് 3 ഭാഗങ്ങളുണ്ട്. അതിൽ ഒരു ഭാഗം ഓൾറെഡി ജോയിന്റ് ചെയ്തു, മനസ്സുകൊണ്ട് ജോയിന്റ് ചെയ്തത് കൊണ്ടാണ് ഈ ആലോചനയൊക്കെ ഉണ്ടായത്. മനസ്സില്ലാതെ ആരും എന്ത് ചെയ്തില്ല. സ്പിരിച്വൽ റിലേഷൻ, ആത്മാവുമായിട്ടുള്ള ആ ബന്ധം അവർ തമ്മിൽ കണ്ടു. ആ ബന്ധമുണ്ടായ ആ സമയം മുതൽ അതിലേക്ക് മുമ്പോട്ട് പോവുക. ഇന്ന് 2nd സ്റ്റെപ്പാണ് ഇവിടെ നടക്കുന്നത്. പ്രാണൻ, ജീവിതം തമ്മിൽ ജോയിന്റ് ചെയ്യുകയാണ്. അത് ഓൾറെഡി ഒപ്പിട്ട് സമ്മതിച്ചു കഴിഞ്ഞു. അതും ഇനി 1 ബാക്കിയാണ് ശരീരം. ശരീരം തമ്മിൽ ചേരണമെങ്കിൽ വിവാഹത്തിന് ശേഷമാണ്, അല്ലെങ്കിൽ ചേരുന്നത് വിവാഹത്തോടുള്ള ബന്ധത്തിലാണ്. അതുകൊണ്ട് ആ വിവാഹത്തെയും ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ ഇതിൻ്റെ എല്ലാം കാർമ്മികൻ ദൈവമാണ്. അതെല്ലാം നടത്തുന്നവൻ ദൈവമാണ്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് 2ാമത്തെ പോർഷനായ പ്രാണനും അല്ലെങ്കിൽ ജീവനും തമ്മിൽ ചേരുന്ന ആ കാര്യത്തിനു വേണ്ടിയാണ് നാം ഇവിടെ ഒന്നിച്ചേർന്നത്. അതിന് നമ്മൾ പറയുന്നത് വിവാഹം ഉറപ്പിക്കൽ എന്നാണ്. ബിത്രോത്തൽ, വിവാഹം ഉറപ്പിക്കൽ.
ഇതൊരു സംശയമായ വിഷയമായി തീർന്നിരിക്കുകയാണ്. പലർക്കും സംശയമുണ്ട്, വിവാഹം ഉറപ്പിക്കേണ്ട ആവശ്യമുണ്ടോ ഇല്ലയോ, അങ്ങനെ ഒന്നും ഉണ്ടോ, വേദോസ്തത്തിൽ ഇതിന് എന്ത് പറയുന്നു, അങ്ങനെയുള്ള ചോദ്യങ്ങളുണ്ട് ദൈവത്തിന്. യഹൂദന്മാരുടെ മധ്യത്തിലുണ്ടായിരുന്ന ഒരു രീതിയാണ് വിവാഹ ഉറപ്പിക്കൽ. അത് അബ്രഹാം തൻ്റെ മകനു വേണ്ടി വിവാഹം ഉറപ്പിക്കേണ്ടതിനായി വധുവിനെ കണ്ടെത്താനായി എലയാസറിനെ അയക്കുന്ന വിഷയത്തിൽ നമുക്ക് കാണുവാൻ കൊണ്ട് കഴിയും. ഞാൻ അവിടെ ഒന്നും പോകുവാൻ കൊണ്ടും താല്പര്യപ്പെടുന്നില്ല. യഹൂദനിൽ നിന്ന് ക്രിസ്ത്യാനിറ്റിയിലേക്ക് വന്ന ഒന്നാണ് ഈ വിവാഹം ഉറപ്പിക്കൽ. ദൈവത്തിന് സ്തോത്രം. നമ്മളെ പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കൊണ്ട് മത്തായി സുവിശേഷം 15-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കൊണ്ട് കഴിയുന്നുണ്ട്. കർത്താവ് നമ്മുടെ മണവാളൻ എന്ത് ചെയ്യുന്നു? വരുന്നു. വരുന്നതിനെ കുറിച്ചാണ് അവിടെ പറഞ്ഞത്. മണവാളൻ വരുന്നു. അപ്പൊ ഈ കാര്യം നാം ചിന്തിക്കുമ്പോൾ എങ്ങനെയാണ് മണവാളനായത് എന്ന് ചിന്തിക്കുമ്പോൾ കർത്താവും സഭയുമായിട്ട് ഒരു ഉടമ്പടി നടന്നു. ആ ഉടമ്പടിയുടെ പേരിൽ അവർ മണവാളനും മണവാട്ടിയായി. മധ്യാകാശത്തിലാണ് ഇനി വിവാഹം നടക്കാൻ പോകുന്നത് എന്ന് നമുക്ക് കാണുവാൻ കൊണ്ട് കഴിയും. ആ മത്തായി 25-ൽ മണവാളൻ വരുന്നു എന്ന് പറയുന്നത് അവരുടെ എൻഗേജ്മെന്റ് എന്ത് ചെയ്തിട്ടുണ്ട്? നടന്നിട്ടുണ്ട്. എൻഗേജ്മെന്റ് നടക്കാതെ ക്രിസ്തീയ പ്രമാണപ്രകാരം വിവാഹം നടക്കുക എന്നുള്ളത് തെറ്റാണ്. നമ്മളിവിടെ ചിന്തിക്കുമ്പോൾ കുറി മാറി എന്നാണ് പറഞ്ഞത്. എന്നാൽ പഴയ സമയങ്ങളിൽ, പഴയ നിയമമല്ല, പഴയ കാലങ്ങളിൽ കുറിമാറ്റം എന്നല്ല പറയുന്നത്, ദേശകുറി എന്നാണ്. ദേശകുറി. അപ്പം ഇവിടെ 2 ഫാമിലി, 2 ചർച്ചാണ് ഇതിനകത്ത് ഇൻവോൾവ് ആയിരിക്കുന്നത്. എന്നാൽ അന്നത്തെ കാലങ്ങളിൽ 2 കരക്കാരാണ് ഇതിനകത്ത് ഇൻവോൾവ് ആവുന്നത്. അപ്പൊ ഏറ്റവും പ്രസിദ്ധീകരിക്കേണ്ട ഒന്നായിരുന്നു എന്ത്? വിവാഹ നിശ്ചയം എന്നുള്ളത്. ഇന്ന് അതിന് വേണ്ട വില കൊടുക്കുന്നില്ല. ശനിയാഴ്ച ഉറപ്പിച്ചു, ഞായറാഴ്ച സഭായോഗത്തിലൊന്ന് വിളിച്ചു പറഞ്ഞു, തിങ്കളാഴ്ച കല്യാണം. ഇത് ശരിയല്ല. 3 പ്രാവശ്യം വിവാഹം വിളിച്ചു ചെല്ലണമെന്നാണ് ഗവൺമെന്റിന്റെ റൂള്. 30 ദിവസം മുമ്പേ വിവാഹം രജിസ്റ്റർ ചെയ്യുന്ന ആണെങ്കിൽ 30 ദിവസം മുമ്പ് എന്ത് ചെയ്യണം? ആപ്ലിക്കേഷൻ കൊടുത്തിരിക്കണം. നമ്മളെല്ലാം ഇതിന് സമയമില്ലെന്ന് പറഞ്ഞ് എന്ത് ചെയ്യുക? കട്ട് ചെയ്യുകയാണ്. അപ്പൊ ഇവരോടുള്ള ബന്ധത്തിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇവർക്ക് 2 പേർക്കും മണവാളനും മണവാട്ടി എന്ന് പറയാൻ എത്ര ദിവസമുണ്ട്? ആകെപ്പാടെ 5 ദിവസം. ആകെപ്പാടെ ഇവരുടെ ജീവിതത്തിൽ മണവാളിനും മണവാട്ടിയായിട്ട് എത്ര ദിവസമേ ഉള്ളൂ? 5 ദിവസമേ ഉള്ളൂ. പിന്നെ ഭാര്യ ഭർത്തൃക്കന്മാരായിപ്പോയി. നമ്മൾ 2000 വർഷമായിട്ട് മണവാളിനെ നോക്കിയിരിക്കുക. അപ്പൊ ഇതൊക്കെ ഇവരോടൊക്കെ ചെയ്യുന്ന ഒരു ദോഷമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിവേ, സമയക്കുറവാണ്. ഇവര് ദുബൈയിൽ നിന്ന് വരേണ്ടി വന്നു, ഇവള് രാജ്കോട്ടിൽ നിന്ന് വരേണ്ടി വന്നു. എല്ലാം കൂടി ഒന്ന് സമ്മേളിക്കണമെങ്കിൽ അല്പ പ്രയാസമൊക്കെ ഉണ്ട്. എങ്കിലും 3 പ്രാവശ്യം, കുറഞ്ഞ പക്ഷം 3 പ്രാവശ്യം അനൗൺസ് ചെയ്യണം. 2 സൺഡേ എങ്കിലും കിട്ടണം. ഏതായാലും ഭാഗ്യവശാൽ ഇതിനിടയ്ക്ക് ഒരു സൺഡേ ഉള്ളതുകൊണ്ട് സ്തോത്രം. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? 3 അനൗൺസ്മെന്റ് ഒന്നിച്ചങ്ങ് നടത്താം. 3 പൊക്കാറെന്നാണ് പറയുന്നത്, ഹിന്ദിയിൽ ഞങ്ങൾ പറയുന്നത്. അതുകൊണ്ട് 3 അനൗൺസ്മെന്റും ഉണ്ടായിരിക്കുന്നതാണ്. അത് 3 കൂടെ ഭാഷ ചെയ്തോളൂ. ദൈവത്തിൻ്റെ ഭാഷന്മാർക്ക് അതൊരു തലവേദനയാക്കി കൊടുക്കുകയാണ്. ഏതായാലും സംഗതി നടക്കും. ദൈവത്തിൻ്റെ സ്തോത്രം. അപ്പോൾ എൻഗേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു മസ്റ്റാണ്. ഇന്ന് അത് ഏറ്റവും മസ്റ്റാണ്. കാരണം എന്താ വെച്ചാൽ പലയിടത്തും മോൻ പോയി എവിടുന്നേലും ഒരു പെണ്ണെ പിടിച്ചോണ്ട് വരുമ്പോൾ ആയിരിക്കും അപ്പനും അമ്മനും ആരാടാ ഇത്? ഇത് അപ്പച്ചൻ അറിയത്തില്ലേ? ഈ എന്നെ ഞാൻ സ്നേഹിച്ച് ഞങ്ങള് ലിവിങ് ടുഗദറൊക്കെ ആയിരുന്നു, ഞാൻ ഇനി കൊണ്ടുപോകുന്നതാ. പലയിടത്തും ഇങ്ങനെയാണ് നടക്കുന്നത്. അതുകൊണ്ട് ഉറപ്പ്, എൻഗേജ്മെന്റ്, വിട്രോത്തൽ എന്നുള്ളൊരു മസ്റ്റാണ്. വേദോസ്തപ്രകാരം മസ്റ്റാണ്. 1 കൊരിന്ത്യർ ലേഖനം 11, 2 കൊരിന്ത്യർ 11-ന്റെ 1 വായിക്കുന്ന, ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന്
നിർമ്മല കന്യയായി ഏൽപ്പിക്കാൻ തക്കവണ്ണം വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. ഇവിടെ 3-ാം തീയതി വിവാഹ നിശ്ചയം നടക്കുമ്പോൾ പൃഥ്വിയല്ലാതെ ഒരു ദിനം അവിടെ വരികയില്ല, ഒരു വ്യക്തിയും വരികയില്ല. കാരണം പൃഥ്വിയായിട്ട് ആ വിവാഹ നിശ്ചയം ചെയ്ത് വേറൊരാൾക്കും അവിടെ വരാൻ എന്തില്ല, സാധിക്കത്തില്ല. അതുപോലെ യേശുവുമായിട്ട് വിവാഹ നിശ്ചയം നടക്കാത്ത ആർക്കും യേശുവിൻ്റെ അടുക്കലും പോകാനുള്ള അവകാശം കാണത്തില്ല. അതുകൊണ്ട് ഇന്ന് യേശുവുമായിട്ട് ഉടമ്പടി ചെയ്യാത്ത, യേശുവുമായി ബന്ധം പ്രാപിക്കാത്ത, യേശുവിനെ സ്വീകരിക്കാത്ത ഏതെങ്കിലും ഒരു വ്യക്തി ഉണ്ടെങ്കിൽ യേശു പറഞ്ഞെന്നാ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഭവനം. ആ മണവാളൻ 25-ാം അധ്യായത്തിൽ വരുന്നത് പോലെ യേശു മുമ്പേ പറഞ്ഞേച്ചു പോയിരിക്കുകയാണ്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഭവനം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി ഭവനം ഒരുക്കിയാൽ, ഐ വിൽ പ്രിപ്പയർ എ പ്ലേസ് ഫോർ യു. പ്ലേസ് തയ്യാറായാൽ ഞാൻ വരും. നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി പ്ലേസ് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. രൂത്തിന്റെ പുസ്തകത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്. മൂപ്പന്മാരും അവിടെ ഇരുന്ന് എല്ലാവരും കൂടെ രൂത്തിനെ കുറിച്ച് പറഞ്ഞു, ഇവളെ ദൈവം റേഹേലിനെ പോലെയും ലേയെ പോലെയും ആകട്ടെ. അവരല്ലോ ഇസ്രായേൽ ഗൃഹം പണിതത്. ഗൃഹം പണിയാനും പൊളിക്കാനും സ്ത്രീകൾക്ക് കഴിയും. എന്നാലും ഗൃഹം പണിയുവാൻ തൊക്കൊണ്ടും പ്രത്യേക ദൈവം അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. അതുപോലെ തന്നെ പരിപാലനം, ബോവസിന് പരിപാലനം, ശുശ്രൂഷ, കാര്യങ്ങൾ അറേഞ്ച് ചെയ്താലും അത് ശരിക്കും നോക്കാൻ അറിയത്തില്ലെങ്കിൽ ഒരു ഗുണവുമില്ല. അതുകൊണ്ട് രണ്ടുപേരൂടെ ഒരുമിച്ച് അനുഗ്രഹിക്കപ്പെട്ടൊരു കുടുംബം നയിക്കുവാൻ ദൈവം ഇടയാകട്ടെ. പ്രിയപ്പെട്ടിയെ ദൈവം ആ രൂത്തിനെ പോലെ നിങ്ങളുടെ ഭവനത്തിന് ഒരനുഗ്രഹമാക്കി തീർക്കട്ടെ, ഭവനം പണിയുന്ന വ്യക്തിയാക്കി തീർക്കട്ടെ എന്ന ആശംസയോടെ ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുകയാണ്. ഒരുങ്ങാം, ഉടമ്പടി ചെയ്യാം, ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യുക. കർത്താവിന് എല്ലാവരെയും സഹായിക്കട്ടെ. കർത്താവിൻ്റെ ദാസിലൂടെ കേൾക്കപ്പെട്ട നല്ല ആലോചനകൾക്കായി നമുക്ക് ചേർന്ന് കർത്താവിനെ സ്തുതിക്കാമല്ലോ. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ ദാസന്മാരിലൂടെ കേൾക്കപ്പെട്ട ദൈവിക ദൂതൻ്റെ മുമ്പിൽ ഒരു നിമിഷം ഞങ്ങളെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. എല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ IPC പെരുമ്പട്ടി സഭയുടെ ശുശ്രൂഷകൻ കർത്താവിൽ ബഹുമാന്യനായ പാസ്റ്റർ സജി ജോർജ് അവരുകൾ പ്രാർത്ഥനയിൽ നമ്മെ സഹായിക്കും. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവ് ദൈവമായുള്ളവേ, ഇന്നലെ സമയത്തിനായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്ന കർത്താവേ, ഏത് സമയത്തും കൃപാസനത്തോളം അടുത്തു വരുവാൻ കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ പുത്രത്തിന്റെ അവകാശം ഞങ്ങൾക്ക് ദാനമായി തന്ന ദൈവത്തിന് വിശ്വസ്തയെ ഓർത്ത് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം ചെയ്ത എല്ലാ നന്മകൾക്കായി സ്തോത്രം, എല്ലാ ഉപകാരങ്ങൾക്കായി സ്തോത്രം. ഞാൻ യഹോവ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലുണ്ട് എന്ന് ദൈവത്തെ കാണുന്ന പോലെ ഏത് സാഹചര്യത്തിലും ദൈവത്തെ സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും ദൈവം ഞങ്ങൾക്ക് തരുന്ന നല്ല അവസരങ്ങളെ ഓർത്ത് പിന്നെയും ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ കുഞ്ഞുങ്ങളുടെ വിവാഹ നിശ്ചയത്തോടെ ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് ഒരുമിച്ച് ഈ ഓഡിറ്റോറിയത്തിൽ കൂടി വരുവാൻ ദൈവം നൽകി തന്ന നല്ല അവസരത്തിനായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവേ, ആലോചനയിൽ ഭയങ്കരനായ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ മറവിൽ ഇന്ന് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ഈ വിവാഹ നിശ്ചയം ഇവിടെ വെച്ച് നടത്തപ്പെടുവാൻ കർത്താവ് ഇടയാക്കിയ ദൈവത്തിൻ്റെ കൃപയ്ക്കായി സ്തോത്രം. കുഞ്ഞുങ്ങളെ ഇരുവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവർ ജനിച്ച നാൾ മുതൽ ഇന്നുവരെയും ദൈവം അവർക്ക് നല്ലവനായിരുന്നു, വിശ്വസ്തനായിരുന്നു. അവരുടെ ബാല്യപ്രായം യൗവനപ്രായം ഒക്കെ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടു. നല്ല വിദ്യാഭ്യാസം കൊടുത്തു, നല്ല ജോലി കൊടുത്തു. അതിലുപരി കർത്താവിനെ അറിയുവാൻ, ദൈവമക്കളായി ജീവിപ്പാൻ കർത്താവ് കൊടുത്ത നല്ല അവസരത്തിനായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്ന കർത്താവേ. തക്ക സമയത്ത് കർത്താവേ, കുഞ്ഞുങ്ങൾക്ക് തക്കതായ തുണകളെ ഒരുക്കി ദൈവരെ മാനിച്ച ദൈവത്തിൻ്റെ കൃപയ്ക്കായി സ്തോത്രം. ഇരു കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം, മാതാപിതാക്കൾക്കായി സ്തോത്രം, ഇരു സഭകൾക്കായി സ്തോത്രം. ഇന്ന് മുൽക്കാലം കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ വിവാഹ നിശ്ചയം നടത്തപ്പെടുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് പ്രസാദം തോന്നിയത് ഓർത്ത് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. ഏതെങ്കിലും ഇറങ്ങി വന്ന ദൈവ സാന്നിധ്യം ഞങ്ങളുടെ മധ്യേ ഉണ്ടായിരുന്നത് ഓർത്ത് പിന്നെയും ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. അധ്യക്ഷനായിരിക്കാൻ കർത്താവ് ദാസനെ കർത്താവ് ബലപ്പെടുത്തിയല്ലോ. മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ ആലോചന സംസാരിപ്പാൻ തന്റെ ദാസന്മാരെ കർത്താവ് സഹായിച്ച ദൈവത്തിൻ്റെ കൃപയ്ക്കായി സ്തോത്രം. ഞങ്ങളുടെ കർത്താവ് ഒരു വരവ് താമസിക്കുന്നെങ്കിൽ
അടുത്ത തിങ്കളാഴ്ച ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ അതേ പെരുമ്പട്ടി വെച്ച് കുഞ്ഞുങ്ങളുടെ വിവാഹം നടക്കുവാൻ സ്വർഗടിയാക്കുമാറാകുന്നു പ്രാർത്ഥിക്കും. തുറന്ന ദിവസങ്ങളിൽ അതിനായി ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും അതേ ഒരുങ്ങുവാൻ പ്രാർത്ഥനയോടുകൂടി സ്റ്റെപ്പുകൾ വെക്കുവാൻ കുഞ്ഞുങ്ങൾ ഇരുവരെയും കർത്താവ് ഇടയാക്കുന്ന ദൈവത്തിൻ്റെ കൃപയ്ക്കായി സ്തോത്രം. എല്ലാം കർത്താവ് നന്നായി ചെയ്യുന്ന ദൈവത്തിൻ്റെ വിശ്വസ്തതയെ ഓർത്ത് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. സകലമാനവും മഹത്വം ഞങ്ങളുടെ കർത്താവിനെ അർപ്പിക്കുന്നു. പ്രാർത്ഥന യാചന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമീൻ. പ്രിയ പ്രിറ്റി അലൻ, ദൈവസഭയുടെ യുവജന പ്രസ്ഥാനമായ YP-യുടെ ലോക്കൽ, സെൻട്രൽ, സോണൽ, സ്റ്റേറ്റ് തലങ്ങളിൽ വളരെയധികം ആക്റ്റീവായി പ്രവർത്തിക്കുന്ന സിസ്റ്റർ പ്രിറ്റി എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. വിവാഹത്തോടുള്ള ബന്ധത്തിൽ വേറൊരു ഡിനോമിനേഷനിലേക്ക് പോവുകയാണെങ്കിലും ഇവിടെയുള്ള YP-യുടെ പ്രവർത്തനങ്ങളിലൊക്കെ അല്ലെങ്കിൽ നിങ്ങൾ ചെല്ലുന്ന സ്ഥലങ്ങളിൽ കൂടുതൽ ആക്റ്റീവാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത്രത്തോളം യഹോവ നമ്മെ സഹായിച്ചു. ആ ഒരു സാക്ഷ്യമാണ് ഇരു കുടുംബങ്ങൾക്കും കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും പറയാനുള്ളത്. ഇത്രത്തോളം യഹോവ സഹായിച്ചു, ഇത്രത്തോളം ദൈവം എന്നെ നടത്തി, ഒന്നുമില്ലായ്മയിൽ നിന്ന് നമ്മെ ഇത്രത്തോളം ദൈവം ഉയർത്തി. ഈ ഗാനം നമുക്ക് ഒരുമിച്ച് ചേർന്ന് പാടാം. കർത്താവിനെ മഹത്വപ്പെടുത്തും. ഇത്രത്തോളം യഹോവ സഹായിച്ചു, ഇത്രത്തോളം ദൈവം എന്നെ നടത്തി, ഇത്രത്തോളം യഹോവ സഹായിച്ചു, ഇത്രത്തോളം ദൈവം എന്നെ നടത്തി. ഒന്നുമില്ലായ്മയിൽ നിന്നെന്നെ ഉയർത്തി, ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഒന്നുമില്ലായ്മയിൽ നിന്നെന്നെ ഉയർത്തി, ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഹാഗരീനെ പോലെ ഞാൻ കരഞ്ഞപ്പോ, യാക്കോബിനെ പോലെ ഞാൻ അലഞ്ഞപ്പോ, ഹാഗരീനെ പോലെ ഞാൻ കരഞ്ഞപ്പോ, യാക്കോബിനെ പോലെ ഞാൻ അലഞ്ഞപ്പോ, മരുഭൂമിയിൽ എനിക്കു ജീവജലം തന്നെ ഇത്രത്തോളം യഹോവ സഹായിച്ചു. മരുഭൂമിയിൽ എനിക്കു ജീവജലം തന്നെ ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഇത്രത്തോളം ദൈവം എന്നെ നടത്തി. ഒന്നുമില്ലായ്മയിൽ നിന്നെന്നെ ഉയർത്തി, ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഒന്നുമില്ലായ്മയിൽ നിന്നെന്നെ ഉയർത്തി, ഇത്രത്തോളം യഹോവ സഹായിച്ചു. അറിയാവുന്നവരൊക്കെ ഞങ്ങൾ ഒരുമിച്ച് പാടി. ഏകനായി, ഏകനായി നിന്യനായി പരദേശിയായി, നാടും വീടും വിട്ടു ഞാൻ അലഞ്ഞപ്പോ, ഏകനായി നിന്യനായി പരദേശിയായി, നാടും വീടും വിട്ടു ഞാൻ അലഞ്ഞപ്പോ, സ്വന്ത നാട്ടിൽ ചേർത്തു കൊള്ളാമെന്നുരച്ച നാഥനെ ഇത്രത്തോളം യഹോവ സഹായിച്ചു. സ്വന്ത നാട്ടിൽ ചേർത്തു കൊള്ളാമെന്നുരച്ച നാഥനെ ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഇത്രത്തോളം ദൈവം എന്നെ നടത്തി.
ഇത്രത്തോളം യഹോവ സഹായിച്ചു, ഇത്രത്തോളം ദൈവം എന്നെ നടത്തി. ഒന്നുമില്ലായ്മയിൽ നിന്നെന്നെ ഉയർത്തി, ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഒന്നുമില്ലായ്മയിൽ നിന്നെന്നെ ഉയർത്തി, ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഒന്നുമില്ലായ്മയിൽ നിന്നെന്നെ ഉയർത്തി, ഇത്രത്തോളം യഹോവ സഹായിച്ചു. തുടർന്ന് ചില പ്രിയപ്പെട്ടവര് ആശംസയായി ചില വാക്കുകൾ അറിയിക്കും. പ്രാരംഭമായിട്ട് സിസ്റ്റർ ആനി ജോർജ്, അതിനുശേഷം പാസ്റ്റർ ജിബിൻ ജോൺസൺ, തുടർന്ന് പാസ്റ്റർ സാലു വർഗീസ്. ഈ പേര് പറയപ്പെട്ട പ്രിയപ്പെട്ടവർ സ്റ്റേജിലേക്ക് കടന്നു വന്ന് ചില ആശംസകൾ അറിയിക്കും. ദൈവനാമത്തിന് മഹത്വം. ബഹുമാനപ്പെട്ട ദേവദാസന്മാർ, പ്രറ്റി അലൻ, കുടുംബാംഗങ്ങൾ, കടന്നു വന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. പ്രറ്റിയെക്കുറിച്ചും അലനെക്കുറിച്ചും ദൈവം അവരെ നടത്തിയ വഴികൾ, നന്മയേറിയ വഴികളെക്കുറിച്ച് കേൾക്കാൻ ദൈവം നമുക്കെല്ലാവർക്കും ഭാഗ്യം തന്നല്ലോ. അതിനായിട്ട് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. സ്തോത്രം. പ്രറ്റിയെ ഞാൻ പരിചയപ്പെടുന്നത് എൻ്റെ റിസർച്ചിനോടുള്ള അനുബന്ധത്തിലാണ്. അന്ന് മുതൽ ഒരു ആത്മബന്ധം ഞങ്ങൾ തമ്മിലുണ്ടായിരുന്നു. ഈ വർഷത്തെ VBSൽ ഒരുമിച്ച് ശുശ്രൂഷിപ്പാനും ദൈവം ഞങ്ങൾക്ക് അവസരം നൽകി. യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. അതായിരുന്നു അവരുടെ മാതാപിതാക്കളുടെ സാക്ഷ്യം. ഞാൻ വിശ്വസിക്കുന്നു അത് നിങ്ങളുടെ ഈ സാക്ഷ്യമായിരിക്കട്ടെ. യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. സ്തോത്രം. ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 7-ാം അധ്യായത്തിൽ ഒരു സ്ത്രീയെക്കുറിച്ച് പറയുന്നുണ്ട്, സെറായ. അവൾ പണിത പട്ടണങ്ങൾ നിലനിൽക്കുന്നതായിരുന്നു. ഞാൻ വിശ്വസിക്കുന്നു അനേകർക്ക് അത് ആശ്വാസമായിരുന്നു. സ്തോത്രം. നിങ്ങളെ കൊണ്ട് ദൈവം പണിയിപ്പിക്കുന്നതൊക്കെ അനേകർക്ക് ആശ്വാസത്തിനും വിടുതലിനും തലമുറകൾക്ക് അത് അനുഗ്രഹത്തിനുമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഫെയ്ത്ത് തിയോളജിക്കൽ സെമിനാരിയുടെയും ഞങ്ങളുടെ കുടുംബത്തിൻ്റെയും എല്ലാ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. പ്രൈസ് ലോർഡ്. വേദിയിലായിരിക്കുന്ന ബഹുമാന്യ ദേവദാസന്മാർ, പ്രത്യേകം ഇന്നത്തെ എൻഗേജ്മെൻറ്റ് ശുശ്രൂഷ ലീഡ് ചെയ്യുന്ന കർത്താവിൽ ഞാൻ ബഹുമാനിക്കുന്ന ദൈവസഭ വെള്ളക്കുളങ്ങര സഭയുടെ ശുശ്രൂഷകനും അടൂർ നോർത്ത് സെൻട്രൽ മിനിസ്റ്ററുമായിരിക്കുന്ന പ്രിയ ബഹുമാന്യ ദേവദാസൻ ബാബുച്ചെറിയാം പാസ്റ്റർ, വെള്ളക്കുളങ്ങര ദൈവസഭയുടെ മുൻ ശുശ്രൂഷനായിരുന്ന ബഹുമാന്യ ദേവദാസൻ ടി എ ജോർജ് പാസ്റ്റർ, അതോടൊപ്പം അസംബ്ലീസ് ഓഫ് ദൈവസഭയുടെ അസിസ്റ്റൻറ്റ് സൂപ്രണ്ടായി സേവനമനുഷ്ഠിക്കുന്ന ഞാൻ ക്രിസ്തുവിൽ വളരെ ബഹുമാനിക്കുന്ന പ്രിയ തോമസ് ഫിലിപ്പ് പാസ്റ്റർ, വേദിയിലായിരിക്കുന്ന മറ്റു ദൈവദാസന്മാർ, പ്രത്യേകം ഇന്നത്തെ മെയിൻ ഗസ്റ്റായിരിക്കുന്ന പ്രിയ അലൻ, ഞങ്ങളുടെ പ്രിയ പ്രറ്റി, കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുകയാണ്. 2 വാക്ക് ഗ്രീറ്റിംഗ്സിന് വേണ്ടി അനുവദിച്ചു തന്ന പ്രിയപ്പെട്ടവരോടുള്ള നന്ദി പ്രാരംഭത്തിൽ അറിയിക്കുക. 2 വാക്ക് പ്രറ്റിയെ പറ്റി പറയുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഏകദേശം കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ 2 വയസ്സ് പ്രായമുള്ളപ്പോൾ പ്രറ്റിയെ കാണുവാനിടയതാണ്. ചെറിയ സൺഡേ സ്കൂളിൻ്റെ ആ കാലഘട്ടം മുതൽ എൻ്റെ പിതാവ് ഏകദേശം 10 വർഷം വെള്ളക്കുളം സഭയുടെ ശുശ്രൂഷനായിട്ടുണ്ടായിരുന്നു. ആ സൺഡേ സ്കൂളിൻ്റെ കാലഘട്ടത്തിൽ ആർക്കും സമ്മാനം വിട്ടുകൊടുക്കാതെ, പല കുഞ്ഞുങ്ങളുണ്ടെങ്കിലും റേസ് മുന്നിൽ നിന്നു തൊട്ട് പുറകെ പ്രറ്റി അവരെ ഏൽപ്പിച്ച ആ താലന്തുകൾ വളരെ വിശ്വസ്തയോട് കൈകാര്യം ചെന്ന് എവിടെയും സ്റ്റേറ്റ് തലം വരെയും വെള്ളക്കുളങ്ങരയുടെ പേര് കൊണ്ടെത്തിക്കുവാൻ ഏറ്റവും മുന്നിൽ നിന്ന പ്രിയ കുഞ്ഞാണ് പ്രിയ പ്രറ്റി എന്ന് പറയുന്നത്. അതിനുശേഷം സൺഡേ സ്കൂളിൻ്റെ ആ ടൈം ഏജ് ലിമിറ്റ് കഴിഞ്ഞ് നേരെ വൈപ്പിലേക്ക് കയറി. അവിടെയും ഒട്ടും സാധാരണ നമുക്കറിയാം, കുഞ്ഞിലെ നമുക്കെന്തുണ്ട്, ഒരുപാട് ആവേശമുണ്ട്. കുറച്ച് ഏജ്ഡ് ആകുമ്പോൾ നമ്മൾ പതുക്കെ ബൈക്കിലോട്ട് പോകുന്നൊരു സ്വഭാവം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. പക്ഷേ അങ്ങനെയല്ലായിരുന്നു പ്രറ്റി. നേരെ വൈപ്പിൽ വന്നിട്ട് അവിടെയും മത്സരിക്കുന്ന എല്ലാത്തിനും എനിക്ക് തന്നെ അത് സമ്മാനം വേണമെന്നുള്ളൊരു ഭയങ്കര ഉറപ്പോടുകൂടി ഭയങ്കര ആക്റ്റീവായിട്ട് നിന്ന് മത്സരിച്ച്, കുറച്ച് മുമ്പേ ജബേസ് പറഞ്ഞതുപോലെ സെൻട്രൽ, സോണൽ, സ്റ്റേറ്റ് തലം വരെ പോയി സമ്മാനം വാങ്ങിച്ച പ്രിയ കുഞ്ഞാണ് ഞങ്ങളുടെ പ്രിയ പ്രറ്റി എന്ന് പറഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും സമയത്തിൻ്റെ ചുരുക്കം കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുക. ജീവിതത്തിൻ്റെ പുതിയ അദ്ദേഹത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ വേളയിൽ പ്രിയ അലനെയും പ്രറ്റിയെയും സന്തോഷവും സമാധാനവും അനുഗ്രഹങ്ങളും നിറഞ്ഞൊരു ജീവിതത്തിലേക്ക് ദൈവം നിങ്ങളെ ഒരുക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. എല്ലാവിധ നന്മകളാലും ദൈവം നിങ്ങളുടെ കുടുംബജീവിതത്തെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അതോടൊപ്പം ഒരു വാക്കും കൂടെ എനിക്ക് പറയാനുണ്ട്. ജോലിയോടുള്ള ബന്ധത്തിൽ കടന്നുപോയി രാജകോട്ടിലെ ശുശ്രൂഷയൊക്കെ ദേവദാസൻ പറയാനിടയായി തിരികെ ജോലിയെല്ലാം റിസൈൻ ചെയ്ത് നാട്ടിൽ വന്ന് ഞങ്ങളുടെ ഒരു ചെറിയൊരു
പ്രവർത്തനമുണ്ട്. എക്സോൾട്ട് ഗ്ലോബൽ ഫൗണ്ടേഷൻ എന്നുള്ള പ്രവർത്തനത്തിൽ കഴിഞ്ഞ ദിവസങ്ങൾ വരെ വളരെ ആക്റ്റീവായി എല്ലാ മേഖലയിലും നിന്ന് പ്രവർത്തിച്ചതാണ് പ്രിയ പ്രിറ്റി. അതുകൊണ്ട് എക്സോൾട്ട് ഗ്ലോബൽ ഫൗണ്ടേഷൻ്റെ പ്രിയപ്പെട്ടവർ, ഉത്തരവാദിത്തപ്പെട്ടവർ മുന്നിൽ കടന്നു വന്നിട്ടുണ്ട്. ഒരു ഫ്രണ്ടിലേക്ക് വന്ന് ചെറിയൊരു ഗിഫ്റ്റ് കൂടെ കൊടുക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഉത്തരവാദിത്തപ്പെട്ടവർ വളരെ വേഗത്തിൽ മുന്നോട്ട് കടന്നു വരിക. ഞങ്ങളുടെ എക്സോൾട്ട് ഗ്ലോബൽ ഫൗണ്ടേഷൻ്റെ പേരിലുള്ളതും അതോടൊപ്പം YP സ്റ്റേറ്റ് ബോർഡിൻ്റെ പേരിലുള്ള എല്ലാവിധ പ്രാർത്ഥനയും ആശംസയും പ്രിയപ്പെട്ടവർ അലനും പ്രിയപ്രിറ്റിയും ഞങ്ങൾ അറിയിക്കുകയാണ്. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഞങ്ങളുടെ ഒരു ചെറിയൊരു സന്തോഷത്തിൻ്റെ ഗിഫ്റ്റ് നിങ്ങൾക്ക് കൈമാറുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വളരെ വിലപ്പെട്ട ഈ സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. വളരെ അഭിമാനത്തോടെയാണ് ഇന്ന് നിങ്ങളുടെ മുമ്പാകെ നിൽക്കുവാൻ ദൈവം അവസരം നൽകുന്നത്. പ്രത്യേക പ്രിയ പ്രിറ്റി ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവസഭയുടെ സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തിന് ഒരിക്കലും മറക്കാൻ കഴിയാത്ത കുടുംബമാണ് പ്രിയ സൈച്ചാൻ്റെ കുടുംബം. അവിടെയുള്ള വളക്കുളങ്ങരയിലുള്ള സഭയിൽ ദീർഘവർഷങ്ങളായിട്ട് സൺഡേ സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്ററായിട്ടും അധ്യാപകരായിട്ടും ഒക്കെ പ്രവർത്തിപ്പാൻ പ്രിയ കുടുംബത്തിലെ പ്രിയപ്പെട്ടവരെ ദൈവം ഒരുക്കുന്നു. എന്നാൽ പ്രിറ്റിയെ സംബന്ധിച്ച് കോവിഡ് കാലത്ത് ദൈവസഭയുടെ സൺഡേ സ്കൂളുകളെല്ലാം അടഞ്ഞു കിടന്ന കാലഘട്ടത്തിൽ സൂം പ്ലാറ്റ്ഫോമിലൂടെയും യൂട്യൂബിലൂടെയൊക്കെ ക്ലാസ്സുകൾ ഞങ്ങൾ ലൈവായിട്ട് സംപ്രേഷണം ചെയ്ത സമയങ്ങളിൽ വളരെ ക്രിയേറ്റീവായിട്ട് ക്ലാസ്സുകൾ എടുക്കുവാൻ തക്കവണ്ണം പ്രിയ പ്രിറ്റിയെ ദൈവം ഉപയോഗിച്ച് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവസഭയുടെ സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തിൻ്റെ പേരിലുള്ള എല്ലാവിധമായിട്ടുള്ള അനുമോദനങ്ങളും പ്രിയ അലനും പ്രിറ്റിക്കും നേരുകയാണ്. അതോടൊപ്പം തന്നെ കുട്ടികളുടെയും യുവജനങ്ങളുടെ ഇടയിൽ കഴിഞ്ഞ 27 പരം വർഷങ്ങളായി പ്രവർത്തിക്കുന്ന തിമത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന ശുശ്രൂഷ മുന്നേറ്റത്തിൻ്റെ ചിൽഡ്രൻസ് മിനിസ്ട്രി വിഭാഗമായ ചിൽഡ്രൻസ് ഫെസ്റ്റിൻ്റെ ഡയറക്ടർ എന്നുള്ള നിലയിൽ ചില വർഷങ്ങളായി കുഞ്ഞുങ്ങളുടെ ഇടയിലെ ശുശ്രൂഷയിൽ വളരെ സജീവമായി നിൽക്കുന്ന ഒരു ഡയറക്ടറായി പല സ്ഥലങ്ങളിൽ കർത്താവ് അയക്കുന്ന പല സ്ഥലങ്ങളിൽ കടന്നുപോയി നൂറുകണക്കിന് കുഞ്ഞുങ്ങളോട് സുവിശേഷ സന്ദേശം അറിയിക്കുവാൻ ദൈവം ഉപയോഗിച്ച അനുഗ്രഹീതയായ ഒരു മിഷണറി വനിതയാണ് എന്ന് പറയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. അങ്ങനെ എല്ലാ വിധത്തിലും വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രിയപ്പെട്ടവർക്ക് ദൈവം എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും കുടുംബജീവിതത്തിൽ നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ഈ സമയം തിമത്തി ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒരു സ്നേഹോപകാരം കൂടി ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ പലരും കടന്നു വന്നിട്ടുണ്ട്, ഒന്നിച്ച് നൽകുന്നതാണ്. അതിനായിട്ട് പ്രിയപ്പെട്ടവരെ ക്ഷണിക്കുന്നു. താങ്ക് യു. നല്ല ആശംസാ വാക്കുകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. തുടർന്ന് വോട്ട് ഓഫ് താങ്ക്സ് പറയുവാനായിട്ട് ബ്രദർ എബേസ് പി റിജിയെ ക്ഷണിക്കുന്നു. പ്രൈസ് ലോർഡ്. ഇവിടെ കൂടി വന്നിരിക്കുന്ന എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഫസ്റ്റ് ഓഫ് ഓൾ ദൈവത്തിന് നന്ദി പറയുന്നു. ഇത്രയും നല്ലൊരു എൻഗേജ്മെൻറ്റ് സെറമണി ഇവിടെ നടക്കുവാൻ ദൈവത്തിൻ്റെ ഒരു കൃപ ഒന്ന് കാരണം. പിന്നെ ഒരു കൺഗ്രാറ്റ്സ് അലൻ ആൻഡ് പ്രിറ്റി. പിന്നെ അലൻ്റെ കുടുംബത്തിൽ നിന്ന് വന്ന ക്ഷണം സ്വീകരിച്ചു വന്ന എല്ലാവർക്കും നന്ദി പറയുന്നു. അതുപോലെ തന്നെ പ്രിറ്റിയുടെ കുടുംബത്തിൽ നിന്ന് ക്ഷണം സ്വീകരിച്ചു വന്ന എല്ലാവർക്കും നന്ദി പറയുന്നു. അതോടൊപ്പം നമുക്ക് ഈ ഓഡിറ്റോറിയം നമുക്ക് നൽകിയ മൗണ്ട് ഒലീവ് അതിൻ്റെ മർത്തോമ പള്ളിയുടെ ഭാരവാഹികൾക്കും നന്ദി പറയുന്നു. അതുപോലെ നമ്മുടെ ആദ്യം മുതൽ അവസാനം വരെ നമ്മുടെ അധ്യക്ഷനായി നിന്ന ബാബുച്ചെറിയം പാസ്റ്റർക്കും പ്രസംഗിച്ച പാസ്റ്റർമാർക്കും നന്ദി പറയുന്നു. അതുപോലെ നമ്മുടെ അനുഗ്രഹമായ ഒരു കൊയർ ടീമിന് ബ്രദർ ജബ്ബേസ് ആൻഡ് ടീമിനും നന്ദി പറയുന്നു. അതുപോലെ നമ്മുടെ ഇന്നത്തെ ഫുഡ് ചെയ്തിരിക്കുന്ന JJ കാറ്ററിങ്ങിനും കാറ്ററിംഗ് സർവീസിനും നന്ദി പറയുന്നു. പിന്നെ മനോഹരമായ സ്റ്റേജ് ഡെക്കറേഷൻ ചെയ്ത റിമി അങ്കിൾ ആൻഡ് ടീമിനും നന്ദി പറയുന്നു. ആൻഡ് സ്പെഷ്യൽ താങ്ക്സ് ഡാനി HSനും കൂടെ പറയുന്നു. കാരണം 2 ആഴ്ച മുന്നേ അവധിക്ക് വന്നിട്ട് ആദ്യം മുതൽ അവസാനം വരെ എല്ലാ കാര്യത്തിനും മുന്നിൽ നിന്ന ഡാനി HSനും ഞങ്ങളുടെ നന്ദി പറയുന്നു. പിന്നെ വോട്ട് ഓഫ് താങ്ക്സ് പറയാൻ എനിക്കൊരു അവസരം തന്ന ഷായി പപ്പിക്ക് റീന ആൻറ്റിക്ക് നന്ദി പറയുന്നു. പിന്നെ പ്രത്യേകിച്ച് വീഡിയോഗ്രാഫി സെൻട്രൽ സ്റ്റുഡിയോ കുമ്പനാടിനും നന്ദി പറയുന്നു. ആൻഡ് വൺസ് അഗൈൻ താങ്ക് യു ഓൾ ഫോർ യുവർ കമ്മിങ് ആൻഡ് ബ്ലെസ്സിങ് ടു അസ് ആൻഡ് സപ്പോർട്ട് അസ്. ആൻഡ് എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും ഈ വരുന്ന തിങ്കളാഴ്ച അവരുടെ കല്യാണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നന്ദി. നമസ്കാരം. അവനാർക്കും ബാധ്യതയല്ല, അവനൊപ്പം പറയാനാരുമേ
അവനെ പോലാരാധ്യനില്ല. കോടാകോടി തൻ ദൂതസൈന്യവുമാ മേഘാരൂഢനായി വരും നിതാ വിരവിൽ തൻ പ്രിയ സുതരെ തന്നോടു ചേർപ്പാൻ വേഗം വരും യേശു മശിഹാ. കോടാകോടി തൻ ദൂതസൈന്യവുമാ മേഘാരൂഢനായി വരും നിതാ വിരവിൽ തൻ പ്രിയ സുതരെ തന്നോടു ചേർപ്പാൻ വേഗം വരും യേശു മശിഹാ. ഹാ 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 ഹല്ലേലൂയ. 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 പരിശുദ്ധൻ മഹോന്നത ദേവൻ പരമെങ്ങും വിളങ്ങും മഹേശൻ സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സ്വർലോകനാഥനാം മശിഹാ. പരിശുദ്ധൻ മഹോന്നത ദേവൻ പരമെങ്ങും വിളങ്ങും മഹേശൻ സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സ്വർലോകനാഥനാം എല്ലാ മഹത്വവും ഹാ 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 ഹല്ലേലൂയ. 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 കർത്താവിൻ്റെ വരെ താമസിച്ചാൽ മൂന്നാം തീയതി നടക്കുവാൻ പോകുന്ന വിവാഹ ശുശ്രൂഷയും തുടർന്നുള്ള കുടുംബജീവിതവും ഏറ്റവും അനുഗ്രഹമായി തീരേണ്ടതിന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഈ ബന്ധം ഇരു കുടുംബങ്ങൾക്കും ഇരു സഭയ്ക്കും ഒരനുഗ്രഹമായി മാറേണ്ടതിന് എല്ലാവരും ചെന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. ഇരുവരെയും നമുക്ക് ദൈവകരങ്ങൾ ഏൽപ്പിക്കാം. അവരുടെ പേരൻസിന് വേണ്ടി പ്രാർത്ഥിക്കാം, സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, ബന്ധുമിത്രാദികളായി, ചാർച്ചപ്പെട്ടവരായി, സ്നേഹിതരായി, സഭാംഗങ്ങളായി കടന്നു വന്ന എല്ലാവരെയും ദൈവകരങ്ങൾ ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കുമ്പോൾ ദൈവസഭയുടെ സീനിയർ പാസ്റ്റർ ആയിരിക്കുന്ന കർത്താവിൽ ബഹുമാന്യായ പാസ്റ്റർ വി ജെ കുഞ്ഞമ്മൻ അവറുകൾ മുൻപോട്ട് കടന്നു വന്ന് പ്രാർത്ഥിച്ച് ആശീർവാദത്തോടെ ഈ ശുശ്രൂഷ ഇവിടെ സമാപിക്കും. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ,
മനോഹരമായ സന്ദർഭത്തിനായി ഞങ്ങൾ ദൈവത്തെ വാഴ്ചെന്ന് സ്തുതിക്കുന്നു. ഞങ്ങളുടെ വാത്സല്യ കുഞ്ഞുങ്ങളുടെ ജന്മം മുതൽ കർത്താവ് അവരെ സഹായിച്ചു. അവരുടെ വളർച്ചയിൽ കർത്താവ് കൂടെയിരുന്നു. നല്ല വിദ്യാഭ്യാസം കർത്താവ് അവർക്ക് നൽകി. അവർ യേശുവിനെ രക്ഷകനായിട്ട് സ്വീകരിപ്പാനും വിശ്വാസസ്നാനം സ്വീകരിപ്പാനും പരിശുദ്ധാത്മാവിൻ്റെ നിറവ് പ്രാപിച്ച് വേർപാടിലും വിശുദ്ധിയിലും ജീവിപ്പാൻ നീ അവരെ സഹായിച്ചതോർത്ത് ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. ഇരു സഭകളും മാതാപിതാക്കളും വേണ്ടപ്പെട്ടവരെല്ലാം അവർക്ക് തക്ക ഒരു വിവാഹം ലഭിപ്പാൻ തക്കവണ്ണം പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. തക്ക സമയമായപ്പോൾ അതിനുള്ള ആലോചന വന്നു. ഇന്ന് വേണ്ടപ്പെട്ടവർ, ഇരുസഭയിലുള്ളവർ, ദൈവദാസന്മാർ, ബന്ധുമിത്രാദികൾ ഒക്കെ കൂടി വന്ന് ഈ വിവാഹ നിശ്ചയം ചെയ്യുവാൻ കർത്താവ് സഹായിച്ചതോർത്ത് ഞങ്ങളിതിൻ്റെ വാഴ്ത്തുന്നു. കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ പോകുന്ന വാത്സല്യ കുഞ്ഞുങ്ങളെ നീ അനുഗ്രഹിക്കണമേ. അവരുടെ ജീവിതം ഏറ്റവും ധന്യവും ശ്രേഷ്ഠവും അനുഗ്രഹമാകുവാൻ ഇടയാക്കണമേ. മുപ്പിരിച്ചരുടെ വേഗത്തിൽ അറ്റുപോകുകയില്ല എന്നുള്ള ദൈവവചനമുള്ളതോർത്ത് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പ്രിയാലനും പ്രിയ പ്രിറ്റിയും ആ കയറിൻ്റെ അതേ 2 പണികൾ ആയിരിക്കുമ്പോൾ മൂന്നാമത്തെ പണിയായ യേശു കർത്താവുമായി ചേർന്നവരുടെ കുടുംബജീവിതം അത് ആരംഭിക്കുവാനും ഏറ്റവും ധന്യമായി തീരുവാനും കർത്താവ് സഹായിക്കണമേ. 3-ാം തീയതി ദൈവകൃപയിൽ ആശ്രയിച്ച് നടക്കുവാൻ പോകുന്ന വിവാഹത്തെ നീ അനുഗ്രഹിക്കണമേ. ശുശ്രൂഷകളെല്ലാം അനുഗ്രഹമാകണമേ. ഇരുദേശം, ഇരു മാതാപിതാക്കൾ, ഇരു കുടുംബങ്ങൾ, ഇരു കുഞ്ഞുങ്ങൾ, ഇരു സഭകൾ തമ്മിലുള്ളതായ ബന്ധം അത് ഏറ്റവും ധന്യമായി തീരുവാൻ ഇടയാക്കണമേ. ഈ വിവാഹ നിശ്ചയമൊക്കെ കുഞ്ഞാടിൻ്റെ കല്യാണത്തെ വിളിച്ചറിയിക്കുന്നതോർത്ത് ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. കുഞ്ഞാടിൻ്റെ കല്യാണം വന്നുവല്ലോ, തൻ്റെ കാന്തയും തന്നെ താൻ ഒരുക്കി കാത്തിരിക്കുന്നുവെന്നുള്ള ദൈവവചനത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ആ സുദിനവും ഏറ്റവും ആസന്നമായിരിക്കയാൽ ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. ആ ദിനത്തിനു വേണ്ടി ഞങ്ങൾ ഒരുങ്ങി പ്രത്യാശയോടെ കാത്തിരിപ്പാൻ ഇടയാക്കണമേ. ഇത്രത്തോളം ഞങ്ങളെ സഹായിച്ചതോർത്ത് സ്തോത്രം. കടന്നു വന്ന എല്ലാവരെയും നീ അനുഗ്രഹിച്ചതിനാൽ സ്തോത്രം. ശുശ്രൂഷകളെ മാനിച്ചതിനാൽ സ്തോത്രം. നാമത്തെ മഹത്വപ്പെടുത്തണം. പ്രാർത്ഥനയാചനയും കേട്ടതിനാൽ സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപ, പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം, പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മ ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളോടും വിശേഷാൽ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ പോകുന്ന വാത്സല്യ കുഞ്ഞുങ്ങളോടുകൂടെയും ഇരു കുടുംബങ്ങളോടുകൂടെയും ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. Bless the Lord, oh my soul, oh my soul. Worship His holy name. Sing like never before, oh my soul. I worship Your holy name. The sun comes up, it's a new day dawning. It's time to sing Your song again. Whatever may pass and whatever lies before me, let me be singing when the evening comes. Bless the Lord, oh my soul, oh my soul. Worship His holy name. Sing like never before, oh my soul. I worship Your holy name. You're rich in love and You're slow to anger. Your name is great and Your heart is kind. For all Your good
10,000 reasons for my heart to find. So bless the Lord, oh my soul, oh my soul. Worship His holy name. Sing like never before. Oh my soul, I worship Your holy name. Bless You, Lord. And on that day when my strength is failing, the end draws near and my time has come, still my soul will sing Your praise unending. 10,000 years and then bless the Lord, oh my soul, oh my soul. Worship His holy name. Sing like never before. Oh my soul, I worship Your holy name. Come on, bless the Lord, oh my soul. Oh my soul, worship His holy name. Sing like never before. Oh my soul, I worship Your holy name. Yes, I will worship Your holy name. Lord, I worship Your holy. You have my heart, and I am Yours forever. You are my strength, God of grace and power. And everything You hold in Your hand, still You make time for me. I can't understand. Praise You, God of earth and sky. How beautiful is Your unfailing love, unfailing love. And You never change, God, You remain the Holy One. And my unfailing love, unfailing love. You are my rock, the one I hold on to. You are my song, and I sing for You. And everything You hold in Your hand, still You make time for me. I can't understand. Praise You, God of earth and sky. How beautiful is Your unfailing love, unfailing love. And You never change, God, You remain the Holy One. And my unfailing love, unfailing love. And everything You hold in Your hand, still You make time for me. I can't understand. Can't understand.
mountain maker, ocean tamer, glimpses of you burn in my eyes. The worship of heaven fills up the skies, and you made it all. Said let there be, and there was. All that we see, the sound of your voice, the works of your hands. You do all things well. You do all things well. You do all things well. Star creator, wind breather, the strokes of your beauty rush through the clouds, light from the heaven touching the ground, and you made it all. Said let there be, and there was. All that we see, the sound of your voice, the works of your hand. You do all things well. You do all things well. You do all things well. Imagination runs wild and breathes the breath of life across the fields, across the miles. You made it all. Said let there be, and there was. All that we see, the sound of your voice, the works of your hand. You do all things well.